നിന്റെ സ്നേഹമേലങ്കിയാൽ അമ്മ എന്നെ പുതപ്പിക്കണേ. നിൻ സുതന്റെ രക്തക്കുളത്തിൽ അമ്മ എന്നെ കുളിപ്പിക്കണേ. നിന്റെ സ്നേഹമേലങ്കിയാൽ അമ്മ എന്നെ പുതപ്പിക്കണേ. നിൻ സുതന്റെ രക്തക്കുളത്തിൽ അമ്മ എന്നെ കുളിപ്പിക്കണേ. കുളിപ്പിക്കണേ എന്നെ പുതപ്പിക്കണേ, കുളിപ്പിക്കണേ പുതപ്പിക്കണേ. കുളിപ്പിക്കണേ എന്നെ പുതപ്പിക്കണേ, കുളിപ്പിക്കണേ പുതപ്പിക്കണേ. ക്രൂശന്മാരിൽ ഞാൻ ഉറങ്ങട്ടെ, ക്രൂശന്മാരിൽ ഞാൻ ഉറങ്ങട്ടെ, ക്രൂശന്മാരിൽ ഞാൻ ഉറങ്ങട്ടെ, ക്രൂശന്മാരിൽ ഞാൻ ഉറങ്ങട്ടെ. നിന്റെ സ്നേഹമേലങ്കിയാൽ അമ്മ എന്നെ പുതപ്പിക്കണേ. നിൻ സുതന്റെ രക്തക്കുളത്തിൽ അമ്മ എന്നെ കുളിപ്പിക്കണേ. നിന്റെ സ്നേഹമേലങ്കിയാൽ അമ്മ എന്നെ പുതപ്പിക്കണേ. നിൻ സുതന്റെ രക്തക്കുളത്തിൽ അമ്മ എന്നെ കുളിപ്പിക്കണേ. നിന്റെ സ്നേഹമേലങ്കിയാൽ അമ്മ എന്നെ പുതപ്പിക്കണേ. നിൻ സുതന്റെ രക്തക്കുളത്തിൽ അമ്മ എന്നെ കുളിപ്പിക്കണേ. നിന്റെ സ്നേഹമേലങ്കിയാൽ അമ്മ എന്നെ പുതപ്പിക്കണേ. നിൻ സുതന്റെ രക്തക്കുളത്തിൽ അമ്മ എന്നെ കുളിപ്പിക്കണേ. സ്തുതിക്കട്ടെ. അസ്വസ്ഥതയുടെ കെട്ടുകൾ അഴിയട്ടെ. ആരാധിക്കുന്ന യേശുവേ നന്ദി, സ്തുതി, ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അന്ധകാരത്തിന്റെ ശക്തികൾ മുട്ടും മടക്കട്ടെ. ഹല 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 ധീര മറിയ മറിയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. പരിശുദ്ധാത്മാവേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ആമേൻ 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 ആമേൻ. പൂർണ്ണമായിട്ട് അടച്ച് നമ്മുടെ ആത്മാവിൻ്റെ എല്ലാ അവസ്ഥകളും ദൈവത്തിന് സമർപ്പിച്ച് പരിശുദ്ധാത്മാവിൻ്റെ പുതിയൊരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പുതിയൊരു അഭിഷേകം, പുതിയൊരു കൃപ ചോദിച്ചേ, പുതിയത് ചോദിച്ചേ, പുതിയത് ചോദിക്കാൻ. എല്ലാ ദിവസവും പുതിയ കൃപ ചോദിക്കണം പ്രിയപ്പെട്ടവർ. എല്ലാ ദിവസവും പുതിയ അഭിഷേകം ചോദിക്കണം. എല്ലാ ദിവസവും ചോദിക്കണം. ഓരോ തവണ ഈശോയുടെ മുന്നിൽ മുട്ടുകുത്തുമ്പോഴും പുതിയ കൃപ, പുതിയ അഭിഷേകം ചോദിക്കണം. അടുത്തത് എനിക്ക് വരാനിരിക്കുന്നത് ഏത് സഹനമാണെന്ന് എനിക്കറിയില്ല. പുതിയത് ചോദിക്കുക. അതെന്നെ എതിരിട്ട് നിൽക്കാൻ, അതിനോട് പടപൊരുതാൻ പുതിയ കൃപ ഓരോ തവണ ഈശോയുടെ മുന്നിൽ മുട്ടുകുത്തുമ്പോഴും ചോദിക്കണം. പുതിയത് താ, പുതിയത് താ. ഇന്നലെ നീ എനിക്ക് തന്നത്, നീ തന്നതിന് ശേഷം ഞാൻ ചെയ്ത പാപം മൂലം ഞാനതിനെ അശുദ്ധമാക്കി എൻ്റെ കർത്താവേ. പുതിയ കൃപ താ എൻ്റെ ദൈവമേ. നീ എനിക്ക് തന്ന കൃപകളെ എൻ്റെ പാപകരമായ ജീവിതം മൂലം ഞാൻ അശുദ്ധമാക്കി. എൻ്റെ ഈശോയെ, ഇന്ന് എനിക്ക് പുതിയ കൃപ എൻ്റെ മേൽ കരുണയായിരുന്നു കൊണ്ട് അവിടെ നിന്ന് എനിക്ക് കൽപ്പിച്ച് അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചേ. പുതിയത് ചോദിക്കണം. പുതിയത്. നമ്മുടെ പഴയ പാപം പലപ്പോഴും നമ്മളുള്ള കൃപകളെ മലിനമാക്കുന്നുണ്ട്. ദൈവം തന്ന കൃപകൾ നമ്മൾ തന്നെ പാപം ചെയ്ത് മലിനമാക്കുക, മലിനപ്പെടുത്തിയിട്ടിരിക്കുക ദൈവത്തിൻ്റെ കൃപകളെ നമ്മൾ പാപം മൂലം. കർത്താവ് കൃപകൾ കൊണ്ട് നമ്മളെ അഭിഷേകം ചെയ്തപ്പോഴും നമ്മൾ നന്ദിഹീനരായി പാപം കൊണ്ട് അതിനെ നമ്മൾ മലിനമാക്കി. സമർപ്പിച്ചേ. മാവിൻ്റെ ശക്തിയാൽ നിറയപ്പെടുവാൻ സമർപ്പിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയപ്പെടുവാൻ സമർപ്പിക്കട്ടെ. മാലാഖമാരുടെ ഗണങ്ങളാൽ സംരക്ഷിക്കപ്പെടുവാൻ, കൃപകൾ സംരക്ഷിക്കപ്പെടുവാൻ സമർപ്പിക്കട്ടെ. സമർപ്പിക്കട്ടെ. ആ കൃപ സൂക്ഷിക്കുവാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അഭിഷേകം സൂക്ഷിക്കുവാൻ, നല്ല നിലമാക്കി മാറുവാൻ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ച് നല്ല നിലമായിട്ട് നമ്മൾ മാറ്റപ്പെടുവാൻ, നമ്മുടെ മനസ്സും ചിന്തകളും വാക്കുകളും പ്രവൃത്തികളെല്ലാം നല്ല നിലമാകുവാൻ സമർപ്പിച്ചേ. നല്ല നിലമാകുവാൻ സമർപ്പിച്ചേ. ഇപ്പം നമ്മളൊരു പാട്ടിൻ്റെ ഈരടി പാടി
നമ്മുടെ മനസ്സിനൊരുക്കം നിർമ്മലമായൊരു ഹൃദയമെന്നിൽ എന്ന് പറയുന്ന ഗാനം, നിർമ്മലമായൊരു ഹൃദയമെന്നിൽ എന്ന് പറയുന്ന ഗാനത്തിൻ്റെ ഈരടി പാടി നമ്മുടെ മനസ്സിനെ നല്ല നിലമാക്കി മാറ്റിക്കൊണ്ട് ദൈവം തന്ന കൃപകൾ അതിനകത്ത് നിലനിൽക്കുവാൻ, ദൈവം തന്ന കൃപകൾ നിലനിൽക്കുവാൻ, നല്ല നിലമാക്കി മാറ്റുവാൻ ദൈവകരങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ ആത്മാവിനെ സമർപ്പിച്ചുകൊണ്ട് ആ ഈരടി മാത്രം പാടി ഒന്ന് ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ തന്നെ സമർപ്പിച്ചേ. കരങ്ങൾ നെഞ്ചോട് ചേർത്തേ, കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണടച്ചേ. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നേരായൊരു നല്ല മാനസവും തീർത്തരുൾകന്നിൽ ദേവാ. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ നേരായൊരു നല്ല മാനസവും തീർത്തരുൾകന്നിൽ നാഥ. ഹല്ലേലൂയ. പരിശുദ്ധമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഇരിക്കാം. നമ്മൾ ധ്യാനിക്കുകയായിരുന്നു 4-ാമത്തെ ദൈവീക രഹസ്യത്തെക്കുറിച്ച്. അതിൽ ശിമയോൻ്റെ പ്രവചനത്തെക്കുറിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ട ദൈവജനമേ, ഇവിടെ ഞാൻ പറഞ്ഞു, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കൃപകൾക്ക് വേണ്ടി ഓരോ കൃപകളെ സംരക്ഷിക്കാൻ ദൈവം നമുക്ക് കാവൽ ദൂതന്മാരെയും തന്നിട്ടുണ്ട്. എത്രത്തോളം കൃപ ഒരു വ്യക്തിയിലുണ്ടോ അത്രത്തോളം ദൈവത്തിൻ്റെ മാലാഖമാരുടെ സാന്നിധ്യവും ആ വ്യക്തിയിലുണ്ട്. കൃപയെ സൂക്ഷിക്കുന്ന മാലാഖമാരുണ്ട്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൃപകളെ സൂക്ഷിക്കുന്ന മാലാഖമാർ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത്, പുതിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എപ്പോഴും എല്ലാ ടോക്കിലും ഞാനത് പറയാറുണ്ട്. ഏത് സ്തുതിപ്പിലും ഞാൻ ആദ്യം പറയുന്നത് പുതിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. ഇന്നലെ വരെ എന്നിലുണ്ടായിരുന്ന കൃപ എൻ്റെ പാപം കൊണ്ട് ഞാൻ മലിനപ്പെടുത്തിയിരിക്കുക. വീണ്ടും എനിക്കത് ഉപയോഗിച്ചുകൂടാ എന്നുള്ളതല്ല, മറിച്ച് അവിടെ പാപം ആ കൃപയെ മലിനപ്പെടുത്താൻ ഞാൻ ചെയ്ത പാപം മൂലം ഞാൻ അതിനെ വൃത്തികേടാക്കി. ഇന്ന് ഓരോ ദിവസവും ദൈവത്തിൻ്റെ ഓരോ പ്രഭാതത്തിലും ദൈവത്തിന് എന്നോടുള്ള സ്നേഹം പുതിയത്. ഈ പുതിയ സ്നേഹം ഞാൻ അനുഭവിച്ചറിയുവാൻ യേശുവിൻ്റെ പുതിയ കൃപകളെ ഞാൻ ചോദിക്കുമ്പോൾ ഓരോ കൃപകൾ എന്നിൽ ക്രെഡിറ്റ് ആകും. ഞാൻ ചോദിക്കുമ്പോൾ തന്നെ ദൈവം എനിക്ക് കൃപ തരുന്നു എന്നുള്ളതല്ല, ഞാൻ ചോദിക്കുമ്പോൾ എൻ്റെ ദാഹത്തോടു കൂടെ ഞാൻ ദൈവസമക്ഷം കൃപകൾക്ക് വേണ്ടി യാചിക്കുമ്പോൾ, പ്രിയമുള്ള ദൈവജനമേ, ആ കൃപ എനിക്ക് നൽകപ്പെടുമ്പോൾ ആ കൃപയെ സൂക്ഷിക്കുന്ന മാലാഖമാരും എനിക്ക് വേണ്ടി നൽകപ്പെടുന്നുണ്ട്. ഞാൻ ഈ ലഭിച്ച കൃപയെ ഏത് രീതിയിൽ ഞാൻ പരിപാലിക്കുന്നുവോ അതനുസരിച്ചാണ് ദൈവാത്മാവിൻ്റെ പ്രവർത്തനം എന്നിൽ നിലകൊള്ളുന്നത്. ആത്മാക്കളെ നേടുന്നതിൻ്റെ എണ്ണം എന്നിൽ കൂടുന്നത്. അതുകൊണ്ട് ലഭിച്ച കൃപകൾ അത് നഷ്ടപ്പെടാതെ, അതിൻ്റെ മാറ്റു കുറയാതെ സൂക്ഷിക്കുക എന്നുള്ളത് ഓരോ ക്രിസ്ത്യാനിയുടെയും ദൈവാനുഭവം ലഭിച്ച ഒരു വ്യക്തിയുടെയും കടമയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഓരോ തവണയും ദൈവം നമുക്ക് ദൈവാനുഭവം തന്നല്ല വീണ്ടെടുക്കുന്നത്. ഒരു തവണ കിട്ടിയ ദൈവാനുഭവത്തിൽ നിന്ന് നമ്മൾ വേണം പിന്നീട് അങ്ങോട്ട് ഒരു ആയുസ്സിലേക്കുള്ള ചാർജ് കണ്ടെത്തുവാനായിട്ട്, ചാർജ് ചെയ്യപ്പെടുവാനായിട്ട്. ഒരു തവണ ദൈവം തന്നു, ദൈവാനുഭവത്തിലൂടെ ദൈവത്തെ അറിയുവാൻ ദൈവം അവസരം ഒരുക്കി. അതിനൊരു കാരണം, ഒരു പാപം, ഒരു തിന്മ, ഒരു രോഗം, ഏതെങ്കിലും ഒരു ജീവിത സാഹചര്യം, ബാധ്യത, എന്തെങ്കിലുമൊക്കെ നമുക്ക് തന്ന് ദൈവത്തെ നമ്മൾ അറിഞ്ഞ് ദൈവാനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വന്ന് ദൈവത്തെ സ്നേഹിക്കുവാൻ നമ്മൾ കൂടുതൽ ദൈവാനുഭവത്തിലേക്ക്, ദൈവത്തിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രൊട്ടക്ഷനിലും കരുതലിലും നമ്മളെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ, പ്രിയപ്പെട്ട ദൈവജനമേ, ഈ കൃപ നമ്മളിൽ സംരക്ഷിക്കപ്പെടും.
ഇവിടെ പരിശുദ്ധ അമ്മയെ സംബന്ധിച്ച് അമ്മയുടെ ശുദ്ധീകരണം എന്ന് പറയുന്നുണ്ട്. പ്രസവം കഴിഞ്ഞതിന് ശേഷമുള്ള സ്ത്രീയുടെ ശുദ്ധീകരണം, യഹൂദ നിയമപ്രകാരമുള്ള ശുദ്ധീകരണ കർമ്മം. അമ്മയെ സംബന്ധിച്ച് അങ്ങനെ ഒരു ആവശ്യമില്ല. എങ്കിൽ പോലും അമ്മയുടെ എളിമയെ പ്രതി അമ്മ വിധേയപ്പെട്ടുകൊണ്ട് ദൈവ തിരുമനസ്സിന് കീഴ്വഴങ്ങിക്കൊണ്ട് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ദേവാലയത്തിലെ ഉണ്ണി യേശുവുമായിട്ട് കടന്നു വരുന്നതാണ് നാലാമത്തെ നമ്മുടെ രഹസ്യം. പ്രിയപ്പെട്ട ദൈവജനമേ, ഒരു കുഞ്ഞിനെ ദൈവം തന്നു. ആ കുഞ്ഞിനെ പ്രസവിച്ച സ്ത്രീ ഇത്രയും കാലത്തേക്ക് അത് കഴിഞ്ഞതിന് ശേഷം അത് വീണ്ടും ശുദ്ധീകരണ കർമ്മത്തിലൂടെ ആ ഒരു നടപടി കഴിഞ്ഞ്, ആ ഒരു ക്രിയ കഴിഞ്ഞ് അത് വീണ്ടും സാധാരണ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക. ഇവിടെയെല്ലാം പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധ അമ്മയുടെ അനുസരണത്തിൻ്റെ, പരിശുദ്ധ അമ്മയുടെ വിധേയത്വത്തിൻ്റെ, പരിശുദ്ധ അമ്മ കാണിച്ചു തന്ന മാതൃകയുടെ ഫലങ്ങൾ, പാഠങ്ങൾ നമുക്ക് കണ്ട് മനസ്സിലാക്കാനായിട്ടുണ്ട്. നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മൾ ഏത് പ്രാർത്ഥനാവസ്ഥയിലായിരിക്കുന്ന വ്യക്തിയാണെങ്കിലും എത്രത്തോളം പ്രാർത്ഥനയുടെ അഭിഷേകവും ചൈതന്യവും മരിച്ചവരെ ഉയർപ്പിക്കാനുള്ള കൃപയും ഒക്കെ നമ്മളിലുണ്ടെങ്കിലും ദൈവ കൽപ്പനകൾ അപ്പോഴും നമുക്ക് മുന്നിൽ ഒരു 10 കോയിൻ ദൈവം വെച്ചിട്ടുണ്ട്. ഇതിനെ നഷ്ടപ്പെടുത്താതെ ജീവിക്കണം. കൃപകൾ വേറെ, കൽപ്പന വേറെയാണ്. ദൈവം തരുന്ന കൃപകളും ദൈവം തരുന്ന കൽപ്പനകളും രണ്ടും രണ്ടായിട്ട്, അതായത് കൽപ്പനകളിൽ വീഴ്ച വന്നാൽ കൃപകളുടെ മാറ്റു കുറയും. കൃപയിൽ വീഴ്ച വരുത്തുന്നവൻ കൽപ്പന ലംഘിക്കാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഇതിൽ തമ്മിൽ ഒരു കണക്ഷനുണ്ട്. ഇത് രണ്ടും ഒന്നല്ലെങ്കിലും ഇത് തമ്മിൽ ഒരു കണക്ഷനുണ്ട്. കർത്താവ് തന്ന കൽപ്പന, ഈ കൽപ്പനയെ ദൈവം പുറപ്പെടുവിച്ചതാണ്. കൽപ്പന എന്ന് പറയുന്നത് ദൈവം പുറപ്പെടുവിച്ചതാണ്. അത് പാലിക്കാൻ ബാധ്യസ്ഥനാണ് മനുഷ്യർ. കൃപ എന്ന് പറയുന്നത് പ്രിയപ്പെട്ട ദൈവജനമേ, കർത്താവായ യേശു ക്രിസ്തു തൻ്റെ അഭിഷേകം കൈമാറുവാനുള്ള, തൻ്റെ മുഴുവനല്ല, തൻ്റെ അഭിഷേകത്തിൻ്റെ പങ്ക് കൈമാറുവാൻ ഒരു വ്യക്തിയെ അന്വേഷിക്കുന്നതാണ് കൃപ. തൻ്റെ അഭിഷേകത്തിൻ്റെ പങ്ക് കൈമാറലാണ് കൃപ. ക്രിസ്തുവിൽ നിന്ന് പുറപ്പെട്ട അഭിഷേകത്തെ സ്വീകരിക്കുവാൻ നമുക്ക് ആ അഭിഷേകത്തെ സ്വീകരിക്കാൻ തക്ക പാത്രങ്ങളായിട്ട്, സഹനത്തിൻ്റെ പാത്രങ്ങളായിട്ട് മാറ്റപ്പെടുന്നവർക്കാണ് കൃപയുടെ അഭിഷേകം നിലനിൽക്കുകയുള്ളൂ. കാരണം കർത്താവിൽ നിന്ന് പുറപ്പെട്ട ശക്തികളെല്ലാം സഹനത്തിലൂടെയാണ്. സഹനമാണ് ഈശോയിൽ നിന്ന് പുറപ്പെടുന്ന ആദ്യത്തെ അഭിഷേകം. ഈ അഭിഷേകത്തിൽ നിന്ന് നമ്മൾ ശക്തി സ്വീകരിച്ചു കഴിഞ്ഞാൽ, ഈ അഭിഷേകം നമ്മളിലുണ്ടെങ്കിൽ പിന്നീട് ഇതിന് പുറകെ വരുന്ന പരിശുദ്ധാത്മ അഭിഷേകത്തെ സ്വീകരിക്കാൻ നമുക്കൊരിക്കലും തടസ്സം ഉണ്ടാവില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിമോൻ്റെ പ്രവചനം, പരിശുദ്ധ അമ്മയുടെ മുന്നിൽ ശിമോൻ നിന്ന് ഉണ്ണിയേശുവിനെ എടുത്തിട്ട് പരിശുദ്ധ അമ്മയോട് പറയുന്നുണ്ട്, നിൻ്റെ ഹൃദയത്തിൽ ഒരു വാൾ കടക്കും. നമ്മൾ ആ വചനത്തിലേക്കാണ് വരണേ. നിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും, അനേകരുടെ ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടും. പ്രിയമുള്ള ദൈവജനമേ, ഇത് തന്നെയാണ് ദൈവം എന്നിൽ രൂപപ്പെട്ട് കഴിയുമ്പോഴുള്ള എൻ്റെ അവസ്ഥ. നാലാമത്തെ രഹസ്യം നമ്മൾ ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ അനുഭവം, ദൈവമെന്ന് പറയുന്ന ചൈതന്യം എന്നിൽ രൂപപ്പെട്ട് കഴിയുമ്പോൾ അമ്മ സ്വീകരിച്ചതുപോലെ ഒരു വാള് നമ്മളെ സംബന്ധിച്ച്, അത് വചനത്തിൻ്റെ വാള്, എൻ്റെ ഹൃദയത്തെ തുളച്ച് ഭേദിക്കും. എൻ്റെ അവസ്ഥകളിൽ നിന്ന് ലോകത്തിൻ്റെ അരൂപികൾ, എൻ്റെ ഹൃദയത്തിൽ നിന്ന് ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾ, ലോകത്തിൻ്റെ അരൂപികൾ നീക്കം ചെയ്യപ്പെട്ട് ദൈവേഷ്ടപ്രകാരം ജീവിക്കുന്ന വ്യക്തിയായിട്ട് പൂർണ്ണമായിട്ട് ഞാൻ രൂപമാറ്റം വരുന്നതുവരെ ഈ വാള് എൻ്റെ ഹൃദയത്തെ തുളച്ച് ഭേദിച്ചുകൊണ്ടിരിക്കും. നമ്മൾ എത്ര പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും, അതുകൊണ്ട് തന്നെ ദൈവം അനുവദിച്ച സഹനങ്ങൾ എത്ര പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും ആ സഹനങ്ങളുടെ കാലയളവ് പൂർത്തിയാകുന്നത് വരെ അത് പിൻവലിക്കപ്പെടുകയില്ല. ആമേൻ, ഹല്ലേലൂയ. ദൈവം അനുവദിച്ച സഹനമാണ് നമ്മുടേതെങ്കിൽ അതിനുവേണ്ടി ദൈവം ഒരു കാലയളവ് വെച്ചിട്ടുണ്ട്. ആ കാലയളവ് പൂർത്തിയാകുന്നത് വരെ ആ സഹനം പിൻവലിക്കപ്പെടുകയില്ല. മറിച്ച് എൻ്റെ പാപത്തിലൂടെ ഞാൻ വരുത്തിവെച്ച സഹനമാണെങ്കിലാണ് കർത്താവിൻ്റെ ഇടപെടൽ ആവശ്യമായിട്ടുള്ളൂ.
അതല്ലാതെ ദൈവം അനുവദിച്ച സഹനത്തിന് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് നിനക്ക് നിൻ്റെ യോഗ്യത കൊണ്ട് കർത്താവ് നിനക്ക് കൽപ്പിച്ച് അനുവദിച്ചതാണ്. അത് നിന്നിൽ നിന്ന് മാറ്റപ്പെടുകയില്ല. കാരണം സമയത്തിൻ്റെ പൂർത്തീകരണം വരെ ആ സഹനത്തിൻ്റെ വിശുദ്ധീകരണം എനിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ആത്മസ്ഥിതിക്ക് ആവശ്യമാണെന്ന് പിതാവ് അറിയുന്നു. അതുകൊണ്ട് ആ സഹനം ദൈവം നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. ഇവിടെ വീണ്ടും വചനം എടുത്ത് വായിക്കുമ്പോൾ അതിനകത്ത് പ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്. അതായത് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു. നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി ശിശുവായ യേശുവിനെ മാതാപിതാക്കന്മാർ ദേവാലയത്തിൽ കൊണ്ടുചെന്നു. ശിമയോൻ ശിശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. പ്രിയമുള്ള ദൈവജനമേ, ശീമോന് വാഗ്ദാന പ്രകാരമുള്ള ആ ഒരു പ്രവചനം ശീമോനിൽ പൂർത്തിയായി. രക്ഷകനെ കാണുന്നത് വരെ നീ മരിക്കുകയില്ല. ശീമോൻ പറയുന്നു, അവിടുത്തെ ദാസനെ സമാധാനത്തിൽ പറഞ്ഞയക്കുക. എങ്ങോട്ട് എന്നുള്ളത് പറഞ്ഞിട്ടില്ല, സമാധാനത്തിൽ പറഞ്ഞയക്കുക. രക്ഷകനെ സ്വീകരിച്ചു, രക്ഷകനെ കണ്ടു, രക്ഷകനെ അനുഭവിച്ചു, രക്ഷകനെ കയ്യിലെടുത്തു. ആരിൽ നിന്ന്? രക്ഷകൻ്റെ അമ്മയിൽ നിന്ന് നേരിട്ട് രക്ഷ കൈവശം വന്നവനാണ് ശീമോൻ എന്ന് പറയുന്ന വ്യക്തിയെങ്കിൽ, പ്രിയമുള്ള ദൈവജനമേ, രക്ഷ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്കെല്ലാം ദൈവം തൻ്റെ കുരിശു മരണത്തിലൂടെ രക്ഷ കൊടുത്തിട്ടുണ്ട്, നമ്മളും സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനും നിങ്ങളും യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാ. ഈ വിലയ്ക്ക് വാങ്ങപ്പെട്ട നമ്മളെ വീണ്ടും ഒരു വിലയിട്ട് ഏറ്റെടുക്കാനുള്ള ശ്രമമാണ് സാത്താൻ ചെയ്യുന്നത്. അതിനുവേണ്ടി അവൻ തരുന്ന വിലയാണ് പാപത്തിൻ്റെ വില. ഈ പാപം ചെയ്തുകൊണ്ട് ഞാൻ ഈ വിലയ്ക്ക് അവനെ വിൽക്കുക. അവൻ എനിക്ക് തരുന്ന പ്രലോഭനങ്ങളെ ഞാൻ ആ കോയിൻ സ്വീകരിച്ച് പകരം ഞാൻ എൻ്റെ ആത്മസ്ഥിതിയെ അവന് കൈമാറല. പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങൾ ഞാൻ സ്വീകരിക്കല. പാപത്തെ ഞാൻ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ സാത്താൻ എനിക്കിടുന്ന വിലയിൽ ഞാൻ സംപ്രീതനായി അവനെ ഞാൻ എന്നെ തന്നെ വിറ്റുകൊടുക്കുക. പരിശുദ്ധ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട യേശുവിൻ്റെ പരിശുദ്ധ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ഞാൻ ആ വിലയനുസരിച്ച് ജീവിക്കാതെ സാത്താൻ ഇടുന്ന വിലയ്ക്ക് ഞാൻ എന്നെ തന്നെ അവനെ ഏൽപ്പിച്ചു കൊടുക്കലാണ് എൻ്റെ പാപാവസ്ഥയിലുള്ള ജീവിതം. ഏൽപ്പിച്ചു കൊടുക്കുക. അത് പൂർണ്ണമായിട്ട് അങ്ങോട്ട് സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് എൻ്റെ ലൈഫ് കൺട്രോൾ ചെയ്യണത് അവനാ. കാരണം അവൻ എന്നെ വിലയിട്ട് ഏറ്റെടുക്കുക. ഈ വിലയിൽ നിന്ന് നിന്നെ മോചിപ്പിച്ച് വീണ്ടും ഈശോ തൻ്റെ തിരുരക്തത്താൽ കഴുകലാണ് വിശുദ്ധ കുമ്പസാരം. അപ്പോൾ ഈ വിലയിൽ നിന്ന് എന്നെ വീണ്ടെടുക്കാൻ കർത്താവായ യേശു ക്രിസ്തു എന്നെ വിടുന്നില്ല. അപ്പോഴും കർത്താവിൻ്റെ കരുണ എന്നെ വലയം ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് സഹായകമാകുന്നത്. കാരണം അവൾ നരകസർപ്പത്തിൻ്റെ തല തകർത്തവളാണ്. നരകസർപ്പത്തിൻ്റെ തല തകർത്ത പരിശുദ്ധമ്മയാണതുകൊണ്ട് നമ്മളെ ഭരിക്കാൻ ശ്രമിക്കുന്ന എല്ലാ നാരകീയ സേനകളുടെ തല തകർക്കാൻ പരിശുദ്ധ അമ്മയുടെ കാലുകൾക്ക് ശക്തിയുണ്ട്. അതുകൊണ്ട് അമ്മയുടെ കാൽച്ചുവട്ടിലേക്ക് എന്നെ ഭരിക്കുന്ന പാപത്തിൻ്റെ മേഖലകളെ വെറുത്തുപേക്ഷിക്കാൻ ഈശോ നിങ്ങളോട് പറയുന്നുണ്ട്. നമ്മളെ ഭരിക്കുന്ന പാപത്തിൻ്റെ പാപാവസ്ഥകളുടെ സകല മേഖലകളും പരിശുദ്ധ അമ്മയുടെ കാൽ കീഴിലേക്ക് പ്രിയമുള്ള ദൈവജനമേ, എന്നേക്കുമായിട്ട് ആ സർപ്പത്തെ ചവിട്ടി മെതിക്കാൻ അമ്മയ്ക്കിട്ടുകൊടുക്കലാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾക്ക് സ്വയം അതിനെ ചവിട്ടി മെതിക്കാൻ പറ്റുന്നില്ല. കാരണം അതുകൊണ്ടാണ് ദിനം പ്രതി അല്ലെങ്കിൽ പ്രലോഭനം വരുമ്പോൾ നമ്മൾ ആ പാപത്തിൽ വീണു പോകുന്നത്. ആ സർപ്പത്തെ കയ്യിലെടുത്തിട്ടില്ല ഇതുവരെ. നമ്മൾ സർപ്പത്തെ കയ്യിലെടുത്തിട്ടില്ല. മർക്കോസിൻ്റെ സുവിശേഷം 16-17-18 വാക്യങ്ങളിൽ പറയുന്ന അഭിഷേകം നമ്മൾ സ്വീകരിച്ചിട്ടില്ല. സർപ്പങ്ങളെ കയ്യിലെടുക്കുമെന്ന് അതിൽ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു അഭിഷേകം സ്വീകരിക്കുമ്പോൾ ഈ പാപത്തിൻ്റെ പ്രലോഭനങ്ങളാകുന്ന സർപ്പങ്ങളെ കയ്യിലെടുക്കാനുള്ള ശക്തി നമുക്ക് ലഭിക്കും. പക്ഷേ ആ അഭിഷേകത്തിലേക്ക് നമുക്ക് വരാൻ പറ്റാത്തിടത്തോളം കാലം ഈ സർപ്പത്തിൻ്റെ കെട്ടുകളെ, നാരകീയ സേനകളെ പരിശുദ്ധമ്മയുടെ കാൽക്കീഴിലേക്ക് പാപാവസ്ഥകളെയും പാപ സാഹചര്യങ്ങളെയും പാപത്തെയും വെറുത്തുപേക്ഷിക്കാൻ തീരുമാനമെടുത്തുകൊണ്ട് അമ്മയുടെ കാൽക്കീഴിലേക്ക് വലിച്ചെറിയപ്പെടണം പ്രിയപ്പെട്ടവരെ. അങ്ങനെ വലിച്ചെറിയപ്പെടുമ്പോൾ ആ തിന്മയുടെ ശക്തിക്ക് പിന്നെ നിൻ്റെ മേൽ ആധിപത്യം പുലർത്താൻ പരിശുദ്ധ അമ്മ സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും പറയുകയാണ്, അത് അനേകർക്ക്, വിജാതിയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ മഹിമയുമാണ്. അവനെക്കുറിച്ച് പറയപ്പെട്ടതെല്ലാം കേട്ട് അവൻ്റെ പിതാവും മാതാവും അത്ഭുതപ്പെട്ടു. ശിമയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു, ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളവുമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറും. അവിടെ ശീമോൻ പറഞ്ഞ കാര്യങ്ങൾ പരിശുദ്ധ അമ്മയോട് ശീമോൻ പ്രവചിച്ച കാര്യങ്ങളാണ്. പരിശുദ്ധ അമ്മയോട് ശീമോൻ പ്രവചിച്ച കാര്യങ്ങൾ. ആദ്യം ശീമോൻ്റെ പ്രവചനത്തിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് യേശുവിനെ കുറിച്ചുള്ള പ്രവചനം. യേശുവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ എന്ത് ഗബ്രിയേൽ മാലാഖ പറഞ്ഞുവോ അതിൻ്റെ മറ്റൊരു വേർഷനാണ് ശീമോൻ പറയുന്നത്. ഗബ്രിയേൽ മാലാഖ വഴി പരിശുദ്ധ അമ്മയ്ക്ക് കിട്ടിയ മംഗളവാർത്തയിൽ ഉൾച്ചേർന്നിരിക്കുന്ന സന്ദേശങ്ങളുടെ മറ്റൊരു പാർട്ടാണ് ശീമോൻ്റെ പ്രവചനം എന്ന് പറയുന്നത്. സകല ജനതകൾക്ക് വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ അമ്മയോട് പറഞ്ഞത് തന്നെ, അത് തന്നെ എൻ്റെ കണ്ണ് കണ്ടു കഴിഞ്ഞു. അത് വിജാതിയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ മഹിമയുമാണ്. അവനെക്കുറിച്ച് പറയപ്പെട്ടതെല്ലാം കേട്ട് അവൻ്റെ മാതാവും പിതാവും അത്ഭുതപ്പെട്ടു. പരിശുദ്ധ അമ്മ ഓൾറെഡി കേട്ട കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും കേട്ടത്. പരിശുദ്ധ അമ്മ ഗബ്രിയേൽ മാലാഖയിൽ നിന്ന് ഈ കുഞ്ഞിനെ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് വരുമെന്ന് പറയുന്നതിന് മുൻപ് ഗബ്രിയേൽ മാലാഖയിൽ നിന്ന് സ്വീകരിച്ച അരുളപ്പാടുകളിൽ ഇത് ഓൾറെഡി ഉണ്ടായിരുന്ന കാര്യമാണ്. എന്നിട്ടും അവിടെ പരിശുദ്ധമ്മ അത്ഭുതപ്പെട്ടു എന്നാണ് വചനത്തിൽ പറയുന്നത്. നാലാമത്തെ രഹസ്യം നമ്മൾ ധ്യാനിക്കുമ്പോൾ പ്രിയമുള്ള ദൈവജനമേ, ഈ ഒരു അത്ഭുതപ്പെടൽ അതല്ലെങ്കിൽ കർത്താവ് എന്നിൽ രൂപപ്പെട്ടത് ഞാൻ പ്രാർത്ഥിക്കുന്നത് വഴി അനേകർക്ക് പാപങ്ങളിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നത്, ഞാൻ പ്രാർത്ഥിക്കുന്നത് വഴി അനേകം പാപികളുടെ മാനസാന്തരം ദൈവത്തിന് സാധ്യമാക്കുവാൻ കർത്താവ് എൻ്റെ ഉള്ളിൽ ഉരുവായി എന്നിലൂടെ പ്രവർത്തിക്കുന്ന അഭിഷേകത്തെ ഞാൻ ശ്രവിക്കണം. ഹല്ലേലൂയ. ആ അഭിഷേകം എന്നിലുണ്ട് എന്നുള്ളൊരു ബോധ്യത്തിലായിരിക്കണം ഞാൻ ജീവിക്കേണ്ടത്. അതായത് എന്നിൽ രൂപപ്പെട്ട ക്രിസ്തു എനിക്ക് വേണ്ടി നിലകൊള്ളുന്നതിനേക്കാൾ കൂടുതലായി എന്നിൽ രൂപപ്പെട്ട ക്രിസ്തുവിനെ അനേകർക്ക് പകർന്നു കൊടുക്കുവാൻ എൻ്റെ കർത്താവ് എന്നെ അനുവദിക്കുന്ന അഭിഷേകത്തിൻ്റെ തലത്തിലേക്ക് അവൻ എന്നെ ഉയർത്തണം. അതിനുവേണ്ടി ദൈവ തിരുമുൻപിൽ ഞാൻ നിന്നു കൊടുക്കുന്ന പരിശുദ്ധാത്മ അഭിഷേകത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പ്രിയമുള്ള ദൈവജനമേ, നമ്മൾ നാലാമത്തെ രഹസ്യത്തിൽ ഇങ്ങനെ ധ്യാനിക്കണം. നമ്മൾ എപ്പോഴും ധ്യാനിക്കുമ്പോൾ എൻ്റെ വിശുദ്ധീകരണമേ, എൻ്റെ വിശുദ്ധീകരണം, കർത്താവായ യേശു ക്രിസ്തു എന്നിൽ രൂപപ്പെടുക എന്ന് പറയുന്നത് തന്നെ എൻ്റെ വിശുദ്ധീകരണമാണ്. ഈശോ എന്നിൽ സഹനത്തിൻ്റെ അഭിഷേകമായിട്ട് കർത്താവ് എന്നിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അന്നു മുതൽ ഞാൻ ഈ പറയുന്ന ശീമോൻ്റെ പ്രവചനത്തിന് വേണ്ടി കാതോർക്കേണ്ട ദിവസങ്ങൾ ആരംഭിക്കുക. കാരണം ഈ സഹനത്തിൻ്റെ എന്താ പറയുക, ഈ ഒരു ഈറ്റുനോവ് നമ്മൾ അനുഭവിക്കുമ്പോൾ പ്രിയമുള്ള ദൈവജനമേ, അതിലൂടെ ഒരു പുതിയ പ്രഭാതത്തിൻ്റെ വെളിച്ചം എൻ്റെ കരങ്ങളിലേക്ക് കടന്നു വരാനിരിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് ഉറപ്പിക്കാം. ഏത് സഹനമാണോ നമ്മളെ ഫോളോ ചെയ്യുന്നത്, ഏത് സഹനമാണോ നമ്മൾ അനുഭവിക്കാൻ കർത്താവ് നമ്മളെ അനുവദിച്ചിരിക്കുന്നത്, ആ സഹനത്തിൻ്റെ ബാക്കി തുക കൂടെ കർത്താവ് നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. അതായത് ഒരു സഹനത്തിലൂടെ നിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതം, നിൻ്റെ ആരോഗ്യം, നിൻ്റെ സമ്പത്ത്, നിൻ്റെ ബന്ധങ്ങൾ ഏതെല്ലാം ഈ സഹനത്തിന് വേണ്ടി വിട്ടുകൊടുക്കുന്നുണ്ടോ അതിന് 10 മടങ്ങ് അഭിഷേകമായിട്ട് ആ അവസ്ഥയിലുള്ളവരെ മോചിപ്പിക്കാനുള്ള കൃപ, പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള കൃപ, അവരുടെ ചെയ്തികളിൽ നിന്ന് അവരെ നേർവഴിക്ക് നടത്താനുള്ള കൃപയും ദൈവാത്മാവിനാൽ നിനക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹനം മാത്രമായിട്ടൊരു വ്യക്തിക്ക് കർത്താവ് അനുവദിക്കില്ല.
സഹനം മാത്രമായിട്ട് ആർക്കും ഈശോ അനുവദിച്ചിട്ടില്ല. സഹനത്തിനോട് ചേർന്ന് കൃപകൾ ആ വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. സഹനത്തിനോട് ചേർന്ന് കൃപകളും ആ വ്യക്തിക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സഹനം മാത്രമാണെന്ന് വിചാരിക്കരുത്. നിന്റെ സഹനം വഴി ഒരു പക്ഷേ നിൻ്റെ കുടുംബം വിശുദ്ധീകരിക്കപ്പെടുന്നുണ്ട്. നിൻ്റെ കണ്ണുനീര് കൊണ്ട് ഒരു പക്ഷേ നിൻ്റെ തലമുറകളിൽ നിന്ന് മരിച്ചുപോയ വ്യക്തികളുടെ ആത്മാക്കൾക്ക് ഒരു പ്രാർത്ഥനയായിട്ട് നിൻ്റെ സഹനത്തെ സ്വീകരിക്കാൻ കർത്താവിന് സാധിക്കുന്നുണ്ട്. സഹനം മാത്രം ദൈവത്തിൽ നിന്ന് പുറപ്പെടില്ല. കർത്താവ് അനുവദിക്കുന്ന സഹനമാണെങ്കിലും ആ സഹനത്തിന് പുറകിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ നിറവും ദൈവം നിനക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു നിറവ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ സഹനത്തിൻ്റെ ആ ഒരു വേദനയെക്കുറിച്ച് ചിന്തിക്കാൻ പിന്നീട് ഒരിക്കലും നമുക്ക് സാധിക്കത്തില്ല പ്രിയപ്പെട്ടവരെ. അത്രത്തോളം പരിശുദ്ധാത്മ അഭിഷേകം സഹനത്തിൻ്റെ തോതനുസരിച്ച് അതിനേക്കാൾ തീവ്രതയായ പരിശുദ്ധാത്മാഭിഷേകം നമ്മളിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഹല്ലേലൂയ. അഭിഷേകം നമ്മൾക്ക് അവകാശപ്പെട്ടതാണ്. ആ അഭിഷേകം നമുക്ക് അവകാശപ്പെട്ടതാണ്. അത് നമ്മൾ സ്വീകരിക്കണം. കണ്ണുനീരൊഴുക്കിയിട്ടുണ്ടോ കർത്താവേ, അതിൻ്റെ വില കിട്ടിയില്ല എന്നുള്ളത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഏതെങ്കിലും സഹനത്തിലൂടെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ കണ്ണുനീരൊഴുക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി ചോദിക്കണം. നിങ്ങൾ ഞാൻ ചോദിക്കാറുണ്ട്, കർത്താവേ അന്ന് ഞാൻ ഈ ഒരു സഹനം നീ എനിക്ക് തന്നപ്പോൾ ഞാൻ ഇത്ര നാൾ സഹിച്ചു, അതിൻ്റെ ബാക്കി എനിക്ക് കിട്ടിയില്ല എന്ന് പറയും. അതായത് ആ സഹിച്ചതിൻ്റെ പ്രതിഫലം കിട്ടണം. വെറുതെ സഹിക്കാൻ പറ്റില്ല. കർത്താവ് അനുവദിച്ച സഹനമാണെങ്കിൽ ആ സഹിച്ചതിൻ്റെ പ്രതിഫലം ചോദിക്കണം. ഈശോയോട് ക്ലെയിം ചെയ്ത് മേടിച്ചെടുക്കാൻ പറ്റും കൃപകളെ. ഞാൻ ഇത്ര സഹിച്ചിട്ടുണ്ട്, ഇനി ഞാൻ ഇത്ര സഹിക്കാൻ തയ്യാറാ, നീ എനിക്ക് എന്ത് തരും? ഇങ്ങനെ നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ നമുക്കിരിക്കാം. ഈശോയുടെ മുമ്പിൽ ഞാൻ ഇത്രയും സഹിച്ചിട്ടുണ്ട്, ഇനി ഞാൻ ഇത്ര സഹിക്കാൻ തയ്യാറാ, നീ എനിക്ക് എന്ത് തരും? നമുക്ക് ലോറിയും കാറും ജീപ്പും സമ്പത്തും പണം ഒന്നും ചോദിക്കരുത്. കൃപ, എന്ത് കൃപ നീ എനിക്ക് തരും? ഞാൻ ഇനിയും സഹിക്കാൻ തയ്യാറാ. നിങ്ങൾ കൃപകൾ മാത്രം ചോദിക്കാം. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ മക്കൾക്ക് കൊടുത്തിട്ട് പോകേണ്ടി വരും, അല്ലെങ്കിൽ നാട്ടുകാർ കൊണ്ടുപോകും. നിങ്ങൾ കൂടെ കൊണ്ടുപോയെങ്കിൽ ഓക്കെ. അതുകൊണ്ട് കൃപ ചോദിക്കുക. കൃപ ചോദിക്കുമ്പോൾ ആത്മാക്കളെ നിനക്ക് കൂടെ കൊണ്ടുപോകാൻ പറ്റും. ആത്മാക്കളുടെ രക്ഷ എന്ന് പറയുന്നൊരു വിഹിതം നിനക്ക് കൂടെ കിട്ടും. നിൻ്റെ മരണത്തോടുകൂടെ സ്റ്റാർട്ട് ചെയ്യുന്ന ജീവിതത്തിലേക്ക് നിനക്ക് ഉപകാരപ്പെടുന്നത് അതുമാത്രമാണ്. മരണത്തോടുകൂടെ ആത്മാവിൻ്റെ ജീവിതം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളുടെ മരണത്തിനോട് കൂടെ ആത്മാവ് പുതിയൊരു ലൈഫിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ അതിന് ട്രാവൽ ചെയ്യേണ്ട ആവശ്യമുണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എത്തുന്നത് വരെ. കാരണം നമ്മളെല്ലാവരും കർത്താവിൽ നിദ്ര പ്രാപിക്കണം, അതാണ് കർത്താവിൻ്റെ ആഗ്രഹം. പക്ഷേ നമ്മൾ ലോകത്തിൽ നമ്മളെ കെട്ടിയിട്ടിരിക്കുന്ന അവസ്ഥ, അതാണ് പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണം. നമ്മുടെ ലോകത്തിലൊന്നും നമ്മളെ പിടിച്ചു വയ്ക്കാൻ അനുവദിക്കരുത്. ലോകത്തിലുള്ള ഒന്നും നമ്മളെ പിടിച്ചു വയ്ക്കാൻ നമ്മൾ വിട്ടുകൊടുക്കരുത്. അങ്ങനെയുള്ള സ്നേഹങ്ങളെല്ലാം ദൈവത്തെക്കാൾ ഉപരി സ്നേഹിക്കുന്ന സ്നേഹങ്ങളാണ്. ഏതെങ്കിലും സ്നേഹം ലോകത്തിൽ നമ്മളെ പിടിച്ചു വയ്ക്കരുത്. ദൈവത്തെക്കാൾ ഉപരി ഒന്നിനെയും സ്നേഹിക്കരുത്. ദൈവത്തെക്കാൾ ഉപരി ഒന്നിനും സ്ഥാനം കൊടുക്കരുത്. നിങ്ങൾ മരിക്കുമ്പോൾ ആ വ്യക്തികൾ സ്നേഹിച്ച് നിങ്ങളെ പ്രതി കണ്ണീരൊഴുക്കിക്കൊണ്ടിരിക്കാൻ ഇട കൊടുക്കരുത്. ആത്മാവിന് ദൈവത്തിൻ്റെ നിസ്സന്നിധിയിലേക്ക് പോകാൻ അത് തടസ്സമാണ്. എല്ലാവരെയും എന്നെ സ്നേഹിക്കാൻ എല്ലാവരോടും പറയരുത്. എല്ലാവരോടും പറയേണ്ടത് ദൈവത്തെ സ്നേഹിക്കാൻ എല്ലാവരോടും പറയുക. അതേ പാടുള്ളൂ. നിങ്ങളെല്ലാവരും എന്നെ സ്നേഹിക്കണം എന്ന് ആരോടും പറയരുത്. നമ്മൾ ആരുടെയും സ്നേഹം പ്രതീക്ഷിക്കരുത്. ഒരാളുടെയും സ്നേഹം നമ്മൾ പ്രതീക്ഷിക്കരുത്. എല്ലാവർക്കും കൊടുക്കേണ്ടത് ദൈവസ്നേഹമാണ്. ഞാൻ എന്നിൽ നിന്നൊരു സ്നേഹത്തെ ആർക്കും കൊടുക്കരുതേ. അത് മരണശേഷം നിനക്ക് ദൂഷ്യം ചെയ്യും. അത് ദൂഷ്യമാണ്, അത് പാടില്ല. എല്ലാവർക്കും നമ്മളിൽ നിന്ന് പുറപ്പെടേണ്ടത് ദൈവസ്നേഹമായിരിക്കണം. എന്നിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക്, എൻ്റെ അപ്പനാണെങ്കിലും അമ്മയാണെങ്കിലും മക്കളാണെങ്കിലും ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും, എന്നിൽ നിന്ന് അവരിലേക്ക് പുറപ്പെടേണ്ടത് ദൈവസ്നേഹമായിരിക്കണം. അത് സഹോദരൻ സഹോദരി എന്നുള്ള നിലയ്ക്ക്, മാതാപിതാക്കൾ മക്കൾ എന്നുള്ള നിലയ്ക്ക്, ഭാര്യ ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് വ്യത്യാസപ്പെട്ടിരിക്കും എന്ന് മാത്രം. പക്ഷേ സ്നേഹം പുറപ്പെടേണ്ടത് ദൈവസ്നേഹമായിരിക്കണം. അതിൻ്റെ അകത്ത് ലോകത്തിൻ്റെ അരൂപികൾ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ മരിക്കുമ്പോൾ ഈ മക്കൾ, ഈ ഭാര്യ, ഈ ഭർത്താവ് നിങ്ങളെ പ്രതി കരഞ്ഞുകൊണ്ടിരിക്കില്ല, മറിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവർ മനസ്സ് കാണിക്കും. അതല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം കൊടുത്തിട്ട് പോയാൽ അവർ നിങ്ങൾ ചത്തു കഴിയുമ്പോൾ നിങ്ങളുടെ ആത്മാവിനെ പ്രതി അവർ കരഞ്ഞുകൊണ്ടിരിക്കും. കർത്താവിൽ നിദ്ര പ്രാപിക്കുക എന്നുള്ളതാണ് കർത്താവിന് ഇഷ്ടം. പെങ്ങളിൽ, ഭർത്താവിൽ, ഭാര്യയിൽ നിദ്ര പ്രാപിക്കരുത്. ഹല്ലേലൂയ. ദൈവത്തെക്കാൾ ഉപരി ഒന്നിനെയും, ഒരു സൃഷ്ട വസ്തുക്കളെയും
സ്ഥാനങ്ങളെയും സമ്പത്തിനെയും വ്യക്തിബന്ധങ്ങളെയും സ്നേഹിക്കരുത്. ദൈവത്തെ മാത്രം കൂടുതൽ നിങ്ങൾ സ്നേഹിക്കാവൂ. നിങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന സ്നേഹം ദൈവസ്നേഹം ആയിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ രീതിയിൽ നമ്മളെ കെട്ടിയിട്ടിരിക്കുന്ന സ്നേഹങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരുവാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇപ്പോൾ പറയുന്നുണ്ട്. ഇവിടെ വീണ്ടും ശീമോൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അവൻ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു, ശീമോയോൻ ഔസേപിതാവിനെ മേരി അനുഗ്രഹിച്ചു എന്നാണ് ബൈബിളിൽ പറയുന്നത്. പ്രിയപ്പെട്ട ദൈവജനമേ, അവൻ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ബാക്കി അതിനു മുൻപ് പറഞ്ഞത് അവരോട് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ പിന്നെ പറഞ്ഞത് ശീമോൻ്റെ പ്രവചനത്തിലെ രണ്ടാമത്തെ തലത്തിൽ ശീമോൻ പ്രവചിച്ചത് അമ്മയോട് മാത്രമായിട്ട് ശീമോൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അതാണ് ശ്രദ്ധേയം. ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളവുമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടും. ഇവൻ ഇസ്രായേലിൽ പലരുടെയും ഉയർച്ചയ്ക്കും വീഴ്ചയ്ക്കും കാരണമാകും. ഇസ്രായേലിൽ പലരുടെയും ഉയർച്ചയും വീഴ്ചയും പറ്റി പറയുവാൻ ശിമയോനെ ദൈവം അനുവദിക്കാൻ കാരണം ശിമയോൻ ഇസ്രായേലിൻ്റെ നന്മ പ്രതീക്ഷിച്ചവനായിരുന്നു എന്നുള്ളത് തുടക്കത്തിൽ നമ്മൾ വായിച്ചു. ഇസ്രായേലിൻ്റെ നന്മ പ്രതീക്ഷിച്ചവനാണ് ശിമയോൻ. അതുകൊണ്ട് ഞാൻ എന്തിനെക്കുറിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുന്നുവോ അതിനുമേൽ ദൈവം എനിക്ക് ആധിപത്യം തരും. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് തന്നെ ഞാൻ സഭയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ സഭയെക്കുറിച്ചുള്ള നമ്മുടെ പ്രാർത്ഥനകൾ, സഭയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ സ്വീകാര്യമാകും. ഇത് തന്നെ എനിക്ക് പാപത്തിൻ്റെ മേഖലകളെക്കുറിച്ച് ആകുലപ്പെട്ട് ഇരിക്കുന്ന അവസ്ഥയിൽ ഈ പാപത്തെ കീഴ്പ്പെടുത്താൻ തമ്പുരാൻ്റെ മുൻപിൽ ഈ പാപ അവസ്ഥകളെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഈ പാപത്തിനുമേൽ കർത്താവിൻ്റെ ആധിപത്യം എനിക്ക് എൻ്റെ കരങ്ങളിലേക്ക് എൻ്റെ രക്ഷകനായ ദൈവം തരും. ഇവിടെ പരിശുദ്ധ കന്യക മറിയത്തോടായിട്ടാണ് ശിമയോൻ പറയുന്നത്, ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളമായിരിക്കും. അന്നുവരെ ഉണ്ടായിരുന്ന ചിട്ടവട്ടങ്ങളൊക്കെ താളം തെറ്റും. കർത്താവായ യേശു ക്രിസ്തു കടന്നു വരുമ്പോൾ അവൻ അതുവരെ ഉണ്ടായിരുന്ന നിയമങ്ങളെയെല്ലാം തച്ചുടച്ചുകൊണ്ട് കരുണയുടെ നിയമം സ്ഥാപിച്ചു കഴിയുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ പലർക്കും അവൻ വിവാദ വിഷയമാകുന്നത്. കരുണയുടെ നിയമമാണ് കർത്താവിൻ്റെ നിയമം. ക്രിസ്തു കാണിക്കുന്ന നിയമത്തിൻ്റെ ഏറ്റവും വലിയ പങ്ക് അവനിൽ നിന്ന് പുറപ്പെടുന്ന കരുണയുടെ വശമാണ്. ഈ കരുണ നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ പ്രിയമുള്ള ദൈവജനമേ, ഇതുവരെ നമ്മൾ പാലിച്ചിരുന്ന, ഇതുവരെ നമ്മൾ ചിന്തിച്ചിരുന്ന ചിന്തകളിൽ നിന്ന് എൻ്റെ മനസ്സും എൻ്റെ ശരീരവും എൻ്റെ ആത്മാവും എൻ്റെ ജീവിതവും മാറ്റപ്പെടും. കാരണം ക്രിസ്തുവിൻ്റെ നിയമത്തിൻ്റെ പ്രത്യേകത അതിനകത്ത് അന്തർലീനമായിരിക്കുന്നത് അവൻ്റെ കരുണയൊന്നു മാത്രമാണ്. ഈ കരുണയുടെ കടലിൽ കർത്താവിന് നമ്മളെ മുക്കി എടുക്കാൻ പറ്റും. കാരണം അവിടെ എൻ്റെ മാലിന്യങ്ങൾ അവൻ്റെ കരുണയുടെ കടലിൽ നിർവീര്യമാകാൻ അവൻ ഇടവരുത്തും. ലോകാരൂപികൾ നമ്മെ ഭരിക്കാനായിട്ട് അവൻ സമ്മതിക്കുകയില്ല. ലോകാരൂപികൾ നമ്മെ ഭരിക്കുവാനായിട്ട്, കർത്താവിൻ്റെ കരുണയുള്ള വ്യക്തിയെ ലോകാരൂപികൾ ഭരിക്കുവാനായിട്ട് സമ്മതിക്കത്തില്ല. കാരണം കർത്താവിൻ്റെ കരുണ ഒഴുകുന്നത് പരിശുദ്ധ അമ്മയിലൂടെ ആയതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, അമ്മയിലൂടെ നിങ്ങൾ പ്രാർത്ഥിക്കുക, അമ്മയിലൂടെ നിങ്ങൾ യേശുവിനെ അന്വേഷിക്കുക, അമ്മയിലൂടെ തന്നെ ദൈവത്തെ ആരാധിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ കുറവുകളിൽ ദൈവത്തെ അന്വേഷിക്കാൻ പറ്റും, നമ്മുടെ ബലഹീനതകളിൽ ദൈവത്തെ ആശ്രയിക്കാൻ പറ്റും, നമ്മുടെ കുറവുകളോടുകൂടെ ദൈവത്തെ ആരാധിക്കാനും പറ്റും. ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ. നമ്മളുടെ കുറവുകളുടെ സമയത്തും നമുക്ക് ദൈവത്തെ ആരാധിക്കണം. എൻ്റെ പാപ അവസ്ഥയുടെ സമയത്തും എനിക്ക് ദൈവത്തെ ആരാധിക്കണമെങ്കിൽ അമ്മ പറഞ്ഞിരിക്കുന്ന ശുദ്ധീകരണ കാലയളവുകളിലൂടെ നമ്മൾ കടന്നു പോകണം. എൻ്റെ കുറവ്, ഞാനിപ്പോൾ കുറവില്ല, ഞാൻ പാപത്തില്ല, പക്ഷെ എനിക്ക് എൻ്റെ ദൈവത്തെ ആരാധിക്കണം എന്നുള്ളത് എൻ്റെ അവകാശമാണ്. ഈ അവകാശം എന്നിൽ നിഷേധിക്കപ്പെടുകയില്ലെങ്കിൽ ഈ അവകാശം എനിക്ക് സാധിച്ചു തരുന്നവളുടെ പേരാണ് പരിശുദ്ധ കന്യക മറിയം. എൻ്റെ പാപാവസ്ഥയെ നീക്കുന്ന എനിക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റില്ല. കാരണം ദൈവത്തിൻ്റെ മുഖത്ത് നോക്കാൻ, ദൈവത്തിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കാനുള്ള ഒരു യോഗ്യതയും ഇല്ല എനിക്ക്. കാരണം ഞാൻ പാപത്തില്ല.
അപ്പോഴും എന്നെ ദൈവത്തിൻ്റെ മുൻപിൽ കൊണ്ടുപോയി നിർത്തുന്ന ഘടകം അത് പരിശുദ്ധ കന്യകാമറിയമാണ്. അമ്മ എന്നെ കൊണ്ടുപോയി നിർത്തി അവനെ ആരാധിക്കുവാൻ അമ്മയുടെ മാധ്യസ്ഥത വഴി എനിക്ക് സാധിക്കുന്നുണ്ട്. എൻ്റെ രക്ഷകനായ ദൈവത്തെ ആരാധിക്കുവാൻ എന്നെ ബലപ്പെടുത്തുന്ന ഏറ്റവും വലിയ ബലമാണ് എൻ്റെ അമ്മയായ പരിശുദ്ധ കന്യക മറിയം. അമ്മയിലൂടെ പ്രാർത്ഥിക്കുന്നതൊന്നും സ്വർഗം നിഷേധിക്കില്ല. അമ്മയിലൂടെ നീ ദൈവത്തെ ആരാധിക്കുമ്പോൾ അമ്മയോട് കൂടെ ആയിരിക്കുന്ന മാലാഖമാര് നിന്റെ കുറവുകളിൽ നിന്നെ ആരാധിക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ നിന്നെ പഠിപ്പിക്കും. നിന്റെ കുറവുകളിൽ ദൈവത്തെ ആരാധിക്കേണ്ടതെന്ന് പലപ്പോഴും നമുക്ക് അറിയില്ല പ്രിയപ്പെട്ടവർ. നമ്മുടെ കുറവുകൾ വരുമ്പോൾ ദൈവത്തിൻ്റെ മുൻപിൽ പോകില്ല. ഒരു പാപത്തിൽ വീണു പോയാലോ ഉടനെ നമ്മൾ ആദ്യം തീരുമാനിക്കാൻ എന്താണെന്നറിയോ? ദൈവത്തിലേക്ക് ഇനി പോകണ്ട, കാരണം ഞാൻ പാപം ചെയ്തു, അവനെ മുറിപ്പെടുത്തി അവനിൽ നിന്ന് അകന്നു എന്നുള്ള രീതിയിൽ പിന്നീട് നമ്മൾ അങ്ങോട്ട് പിന്മാറുക പ്രാർത്ഥനയിൽ നിന്ന്. സാത്താൻ്റെ തന്ത്രമാണ്. അവിടെയാണ് അമ്മ നമ്മെ സഹായിക്കുന്നത്. ആ അവസ്ഥയിൽ ദൈവത്തെ ആരാധിക്കുക നമ്മുടെ ആത്മാവിനെ ബലപ്പെടുത്തുന്ന ഏറ്റവും വലിയ മാധ്യസ്ഥ ശക്തിയാണ് പരിശുദ്ധ കന്യക മറിയം. ഏതവസ്ഥയിലും ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് പറ്റണം. സങ്കടത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഭാരത്തിൻ്റെയും പാപത്തിൻ്റെയും നമ്മുടെ അഹങ്കാരത്തിൻ്റെ അവസ്ഥയിലാണെങ്കിൽ, ഏതവസ്ഥയിലാണെങ്കിലും എൻ്റെ കുറവുകളാണ് ഈ അവസ്ഥയിലെല്ലാം പ്രകടമാകുന്നതെങ്കിൽ ആ കുറവിനെ നികത്താൻ പരിശുദ്ധ അമ്മയ്ക്ക് പറ്റും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തു ശിഷ്യന്മാരെ വിളിച്ച വിളി നിങ്ങൾ കേൾക്കുക. ആ വിളിയിലെല്ലാം അവിടെ വഴിയരികിൽ ഒരെണ്ണം ഇരിക്കണമുണ്ടോ, നീ എൻ്റെ കൂടെ പോര്, എന്നെ അനുഗമിക്കുക. ഉടനെ വള്ളവും വലയും ഉപേക്ഷിച്ച് അനുഗമിക്കുക. അവിടെ അവനെ പറ്റി സ്കാൻ ചെയ്യുന്നില്ല, അവൻ കഴിഞ്ഞ കാലം എടുക്കുന്നില്ല, അവൻ്റെ ഭൂതം ഭാവി വർത്തമാനം ഒന്നും ഈശോ നോക്കുന്നില്ല. എന്നെ അനുഗമിക്കുക, എൻ്റെ പുറകെ വാ, നേരെ പോവാ. പിന്നെ രണ്ടാമതിരിക്കുക, വീണ്ടും ചെന്ന് പറഞ്ഞ് എന്നെ അനുഗമിക്കുക. അപ്പനെ ഉപേക്ഷിച്ചിട്ട് കർത്താവിൻ്റെ പുറകെ പോയി. ഇവിടെയൊന്നും പ്രിയമുള്ള ദൈവജനമേ, കർത്താവ് ഇടുന്ന വില ഒരു വ്യക്തിയുടെ പാപത്തെ അന്വേഷിച്ചിട്ടോ ആ വ്യക്തിയുടെ ജീവിത അവസ്ഥകളെ അന്വേഷിച്ചിട്ടോ അവൻ്റെ തലമുറകളെ കുറിച്ച് കണക്ക് കൂട്ടിയിട്ടോ അല്ല കർത്താവ് തന്നിലേക്ക് ഒരുവനെ വിളിക്കുന്നത്. യോഗ്യത തീരുമാനിക്കുന്നത് കർത്താവായ ദൈവമാണ്. മനുഷ്യന് നമ്മെ വിധിക്കാൻ നിന്നു കൊടുക്കരുത്. ഒരു വ്യക്തിക്കും നിന്നെ വിധിക്കാൻ നീ നിന്നു കൊടുക്കരുത്. ഒരു വ്യക്തിക്ക് മുന്നിലും നിന്റെ കുറവ് പറഞ്ഞ് നിന്നെ വിധിക്കുന്നവരോട് നീ പറയണം, എൻ്റെ കർത്താവ് എന്നെ വിധിക്കട്ടെ എന്ന് പറഞ്ഞു മാറണം. നിങ്ങളെ വിധിക്കാൻ ഉയരുന്ന നാവുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. നിങ്ങളെ പരിഹസിക്കാൻ ഉയരുന്ന നാവുകളുണ്ട്. നിങ്ങളെ കുറ്റപ്പെടുത്താൻ ഉയരുന്ന നാവുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. അതൊന്നും കേട്ട് നിങ്ങൾ തളരരുത്. നിങ്ങൾ പറയേണ്ടത്, എൻ്റെ പാപാവസ്ഥയോടുകൂടെ എന്നെ സ്വീകരിച്ച് എൻ്റെ കർത്താവ് എന്നെ വിധിക്കട്ടെ എന്ന് പറയണം. ആ വിധിയാണ് യഥാർത്ഥ തീർപ്പ് കൽപ്പിക്കുന്ന വിധി. തീർപ്പ് കൽപ്പിക്കുന്ന വിധിയാണ് പ്രിയപ്പെട്ടവരെ. ആ വിധി വിധിച്ചാൽ പിന്നെ എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് തിരിഞ്ഞ് നോക്കേണ്ടി വരില്ല. അവിടെ അനുതാപമുണ്ട്, കരുണയുണ്ട്, ദൈവസ്നേഹമുണ്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ അഭിഷേകവുമുണ്ട്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വിളി സ്വീകരിച്ച നിങ്ങൾ ഇന്നിവിടെ ആയിരിക്കുന്നത്. എത്രയോ വലിയ വലിയ സെൻറ്ററുകളിൽ അഭിഷേകം നിറഞ്ഞ ധ്യാനങ്ങൾ കൂടാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. പക്ഷെ കർത്താവ് നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ തിരഞ്ഞെടുപ്പുണ്ട് പ്രിയപ്പെട്ടവരെ. കർത്താവ് നിങ്ങളിവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ തിരഞ്ഞെടുപ്പുണ്ട്. ആ വിളി സ്വീകരിച്ച് വരുന്നവരാ. പലപ്പോഴും വിളിയെ നിഷേധിക്കുന്നവരുണ്ട്. അവരുടെ ജീവിതത്തിൽ അതുപോലെ കെട്ടുപിണഞ്ഞ് കിടക്കും. ഒരിക്കലൊരു ഒരു മകൻ വന്നിട്ട് പറഞ്ഞു, ബ്രദറെ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ധ്യാനം കൂടാൻ വാ എന്നോ പറഞ്ഞു. ധ്യാനം കൂടാൻ വരാൻ പറ്റില്ല. ഞാൻ എന്താ ലീവ് എടുക്കാൻ സമ്മതിക്കില്ല, ജോലി. അപ്പോൾ ഞാൻ ജോലി പ്രശ്നമാണല്ലേ? ജോലി പ്രശ്നമൊന്നുമില്ല, പക്ഷെ ജോലി ഉള്ളതുകൊണ്ട് ധ്യാനം കൂടാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ജോലി പോയി കഴിഞ്ഞാൽ ധ്യാനം കൂടുമോ? അപ്പോൾ മനസ്സിലായില്ല. ജോലി ഇല്ലെങ്കിൽ നീ ധ്യാനം കൂടുമായിരുന്നോ എന്ന് ചോദിച്ചു. പറഞ്ഞാൽ കൂടുമായിരുന്നു. അപ്പം ഇവനെ വിളിച്ച് നിർത്തി പ്രാർത്ഥിച്ചിട്ട് ഞാൻ വിട്ടു. പ്രാർത്ഥന ഫലിച്ചു. പിറ്റേ ആഴ്ച ജോലി പോയി. അതിനുശേഷം ധ്യാനം കൂടാൻ വേണ്ടി ഈ മകൻ ധ്യാന കേന്ദ്രത്തിലേക്ക് വന്നിട്ട് ആദ്യം അതുവരെ അവൻ ധ്യാനം കൂടാൻ എന്നോട് പറഞ്ഞ ഇൻറ്റൻഷൻ, ജോലി പോയി കഴിഞ്ഞപ്പോൾ അവൻ്റെ ഇൻറ്റൻഷൻ മാറി. ബ്രദറെ ധ്യാനം കൂടാൻ വന്നിട്ട് ആദ്യം പറഞ്ഞെന്ന് പറയും, ബ്രദറെ എൻ്റെ ജോലി പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ നാമത്തിൽ നിങ്ങൾ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും ഭൂമിയിലും കെട്ടപ്പെട്ടതാ. അപ്പോൾ ധ്യാനം കൂടാനുള്ള തടസ്സം മാറ്റി കൊടുത്താൽ വേറെ ഒന്നുമല്ല കേട്ടോ. അപ്പോൾ ആ തടസ്സം മാറി ആ മകൻ ധ്യാനത്തിലേക്ക് കടന്നു വന്നപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന അവൻ്റെ ഇൻറ്റൻഷൻ മാറി. അവൻ്റെ ഇൻറ്റൻഷൻ ഏതിലേക്ക് വന്നു?
ധ്യാനത്തിന് തടസ്സമായിരുന്ന ആ ഒരു തലത്തിലേക്ക് അവൻ്റെ ഇൻറ്റൻഷൻ മാറി. അപ്പോൾ അതുവരെ സാത്താൻ ഏത് മേഖലയിലാണ് അവനെ പിടിച്ചിട്ടിരിക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. അവൻ്റെ വിഗ്രഹം എന്തായിരുന്നു? ജോലിയാ. ദൈവത്തെ അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, നിനക്കൊരു ആക്സിഡൻറ്റ് വന്നൊരു സിക്ക് ലീവ് എടുക്കേണ്ടി വന്നാൽ നീ ലീവ് എടുക്കൂലേ? അത് ഓക്കെ പോരെ. അതൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റുമോ ബ്രദറെ എന്ന് ചോദിച്ചു. അങ്ങനെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈശോ പറയുന്നുണ്ട്, ഇവൻ്റെ വിഗ്രഹം എൻ്റെ ജോലിയാണ്, ഈശോ അല്ല. ഈശോയെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ആദ്യം പോയിട്ട് എൻ്റെ അപ്പനെ സംസ്കരിച്ചിട്ട് വരട്ടെ. ഈ പാർട്ടിയാണ്. ആദ്യം പോയിട്ട് ഞാൻ എൻ്റെ അപ്പനെ സംസ്കരിച്ചിട്ട് വരട്ടെ. ഇത് മരണം വരെ ഇവർക്ക് ജോലിയിൽ നിന്ന് വിരമിക്കേണ്ടി വരില്ല, തിരക്കും മാറില്ല. അപ്പോൾ ഈശോ പറഞ്ഞു, കർത്താവിനോട് അനുവാദം ചോദിച്ചു, കർത്താവെ ജോലി കുറച്ച് കാലത്തേക്ക് അവധി കൊടുക്കാമോ? ഈശോയാണല്ലോ ജോലി തരുന്നത്. ഈശോ അവധി കൊടുത്തു, അവന് ജോലിയിൽ അവധി കൊടുത്തു. ധ്യാനത്തിന് വന്നപ്പോൾ അതുവരെ അവൻ്റെ ഇൻറ്റൻഷൻ വിവാഹ തടസ്സമായിരുന്നു. പക്ഷേ വിവാഹ തടസ്സത്തിൻ്റെ ഇൻറ്റൻഷൻ ധ്യാനത്തിന് വന്നപ്പോൾ മാറിയിട്ട് അവൻ പറഞ്ഞതെന്നറിയോ, ജോലിയില്ലെങ്കിൽ ഞാൻ എന്തിൻ്റെ പേരിൽ കല്യാണം കഴിക്കും? അപ്പോൾ നിനക്ക് ഇപ്പോൾ വേണ്ട എന്താ? ജോലിയാ. ആമേൻ, ഹല്ലേലൂയ. കർത്താവിൻ്റെ മുൻപിൽ മുട്ടുകുത്തുന്നതിന് നിന്നെ തടസ്സപ്പെടുത്തുന്നത് എന്ത് സ്നേഹമാണോ, എന്തിനോടുള്ള സ്നേഹമാണോ, ആ സ്നേഹം ദൈവം സ്ഥാപിച്ചതല്ല. ആ സ്നേഹം ദൈവം സ്ഥാപിച്ചതല്ല. വ്യക്തിബന്ധങ്ങളാണെങ്കിലും ജോലിയുമായിട്ടുള്ള ബന്ധമാണെങ്കിലും ശീലങ്ങളാണെങ്കിലും ദൈവം സ്ഥാപിച്ചതല്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവം സ്ഥാപിച്ചതല്ല. ദൈവം സ്ഥാപിക്കാത്തതിനെ നീ പ്രതിഷ്ഠിക്കരുത്. ദൈവം സ്ഥാപിക്കാത്തതിനെ നീ പ്രതിഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിനെ അറിയുന്നതിന് തടസ്സമായിട്ട് നിനക്കതുണ്ടെങ്കിൽ അതിൽ നിന്ന് കർത്താവ് നിന്നെ പിന്മാറ്റുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈശോയിലേക്ക് അടുക്കാൻ നാളെ 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 എന്ന് പറഞ്ഞ് നീട്ടി വയ്ക്കരുത് പ്രിയപ്പെട്ടവരെ. ഈശോയിലേക്ക് അടുക്കാൻ നാളെ നാളെ എന്ന് പറയരുത്. ഇപ്പോൾ ഇതാണ് സമയം. ഈ സമയത്ത് നീ ഈശോയിലേക്ക് അടുക്കണം എന്നാണ് ഈശോയുടെ ഹിതമെങ്കിൽ, നാളെ എൻ്റെ ആയുസ് ഉണ്ടോ എന്നുള്ളത് നമുക്കും അറിയില്ല, ആർക്കും അറിയില്ല. നാളെ നേരം വെളുക്കുമ്പോൾ ഞാൻ കണ്ണ് തുറന്നാണ് കിടക്കുന്നത് എന്ന് കിടക്കുകയാണോ, പിന്നെ നേരെ ഡയറക്റ്റ് സെമിറ്ററിയിലാക്കാണോ എന്നുള്ളത് നമുക്കറിയില്ല. പിന്നെ ആ കണ്ണെന്നേക്കുമായിട്ട് അടയാണെന്ന് നമുക്കറിയില്ല ഇന്ന് രാത്രി. അതുകൊണ്ട് തന്നെ നാളെ കർത്താവിനെ അന്വേഷിക്കാമെന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നുള്ള സ്വരമല്ല. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇതാ ഇപ്പോൾ, ഇന്ന് രക്ഷയുടെ ദിവസം, ഇന്ന് അന്വേഷിക്കണം, ഇന്ന് പാപത്തെ ഉപേക്ഷിക്കണം, ഇന്നു മാറണം, ഇന്ന് തീരുമാനമെടുക്കണം. കാരണം ഇന്ന് വിശുദ്ധ കുമ്പസാരത്തിൻ്റെ ദിവസമാണ്. ഇന്ന് നിന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ്, ഇന്ന് പ്രസാദപരത്തിലേക്ക് കടന്നു വന്ന്, ഇന്ന് വിശുദ്ധിക്ക് വേണ്ടി പ്രയത്നിച്ച് നാളെ അതിൽ ജീവിക്കാം എന്നുള്ള ഉറപ്പായിരിക്കണം ഇന്ന് യേശുവിന് കൊടുക്കേണ്ടത്. നാളെ മാറാം എന്നുള്ള ഉറപ്പല്ല. ഇന്ന് മാറി നാളെ നിന്റെ വിശുദ്ധിയിൽ, നീ കൽപ്പിച്ചനുവദിക്കുന്ന വിശുദ്ധിയിൽ ഞാൻ ജീവിക്കാം എന്നുള്ള ഉറപ്പ് കൊടുക്കുന്നിടത്ത് ദൈവാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ട്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയെ നോക്കിയേ. 8-ാം ദിവസം പരിച്ഛേദനത്തിൻ്റെ സമയമായപ്പോൾ കുഞ്ഞുമായി ദേവാലയത്തിൽ എത്തി. രക്ഷകൻ്റെ അമ്മ, യേശുവിൻ്റെ അമ്മ, സഹരക്ഷക, എല്ലാ സ്ഥാനങ്ങളിലുമായിരിക്കുന്നവൾ ലോകത്തിൽ മനുഷ്യരോടൊപ്പം എണ്ണപ്പെട്ടുകൊണ്ട് പാപമൊഴികെ പാപമില്ലാത്തവളായിട്ട് മനുഷ്യരോടുകൂടെ ജീവിച്ച പരിശുദ്ധ അമ്മ, രക്ഷകനായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചവള് ക്രിസ്തുവുമായി പരിച്ഛേദന കർമ്മത്തിന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന അനുഷ്ഠാനങ്ങൾക്ക് വേണ്ടി ദേവാലയത്തിലെത്തി. പ്രിയമുള്ള ദൈവജനമേ, നമ്മുടെ പ്രാർത്ഥനയുടെ ഏത് മണ്ഡലത്തിൽ നമ്മൾ നിൽക്കുകയാണെങ്കിലും നമ്മുടെ സഭയുടെ കീഴ്വഴക്കങ്ങളിൽ നിന്ന് നമ്മൾ ഒരിക്കലും പിന്മാറിക്കൂടാ. നമ്മുടെ സഭ നമുക്ക് തന്നിരിക്കുന്ന കീഴ്വഴക്കങ്ങൾ, സഭ തന്നിരിക്കുന്ന പ്രബോധനങ്ങളെ നമ്മൾ കുറേ അഭിഷേകം അങ്ങോട്ട് കയറി കഴിയുമ്പോൾ ഇതൊന്നും ശരിയല്ല, എനിക്കൊരു പുതിയൊരു ബോധ്യം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു വരുന്നവരുടെ പുറകെ നിങ്ങൾ പോകരുത്. ആമേൻ, ഹല്ലേലൂയ. സഭ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ തെറ്റാണ്, എനിക്കൊരു പുതിയ ബോധ്യം പരിശുദ്ധാത്മാവ് തന്നു, അതിങ്ങനെയാണ്, അത് സഭ പഠിപ്പിക്കുന്നതിന് കുറച്ച് വ്യത്യാസമുണ്ട് എന്ന് പറയുന്ന പ്രഘോഷകരുടെ പുറകെ പോകരുത്. അവിടെ സാത്താൻ്റെ ശക്തിയുണ്ട്. കാരണം ഈ കാലഘട്ടത്തിൽ അങ്ങനെ പോകുന്നവരുടെ പുറകെയാണ് സാത്താൻ. അങ്ങനെ വഴി തിരിച്ചുവിടാൻ സാത്താൻ്റെ സേന നിനക്ക് മുന്നിലുണ്ട് എന്നുള്ളത് മറക്കരുത്. സാത്താൻ്റെ സേന നിനക്ക് മുന്നിൽ ഉണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള ദൈവജനമേ, അത്തരത്തിലുള്ള വ്യക്തികളുടെ പുറകെ നമ്മൾ ഒരിക്കലും പോകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ,
പരിശുദ്ധ അമ്മ ഈ ഒരു വ്യാകുലം സ്വീകരിച്ചു. സന്തോഷത്തിൻ്റെ രഹസ്യത്തിൻ്റെ 4ാമത്തെ രഹസ്യത്തിൽ അമ്മ സ്വീകരിച്ചത് വ്യാകുലമാണ്. 1ാമത്തെ രഹസ്യം മുതൽ 4 വരെ അമ്മ സ്വീകരിച്ചതിലെല്ലാം വ്യാകുലത്തിൻ്റെ കണികകളുണ്ട്. അതുകൊണ്ട് ആ രഹസ്യത്തിൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ അമ്മയുടെ ശുദ്ധീകരണ കർമ്മത്തോട് ചേർന്ന് എൻ്റെ ആത്മാവിനെ, എൻ്റെ അമ്മ, എൻ്റെ ആശ്രയമേ, അമ്മയുടെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തം കൊണ്ട് കഴുകണമേ, വിശുദ്ധി വരുത്തണമേ എന്ന് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അമ്മയുടെ മാധ്യസ്ഥ്യം നമ്മൾ നിരന്തരം ദൈവസമക്ഷം നമ്മൾ തേടണം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. നമ്മൾ ഇത് തേടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുൻപിൽ നമ്മൾ മുട്ടുകുത്തുമ്പോൾ, പ്രിയപ്പെട്ട ദൈവജനമേ, വിശുദ്ധീകരണത്തിൻ്റെ ആ ഒരവസ്ഥ നമ്മൾ സ്വീകരിച്ചാൽ സഹനത്തിൻ്റെ ഏതവസ്ഥ വരെയും നമുക്ക് പോകാനായിട്ട് പറ്റും. സഹനത്തിൻ്റെ ഏത് തലം വരെ വേണമെങ്കിലും നമുക്ക് പോകാൻ പറ്റും. ഏത് തലം വരെ വേണമെങ്കിലും നമുക്ക് പോകാനായിട്ട് പറ്റും. ഏതവസ്ഥ വരെ പോകാൻ പറ്റും. ഒരു സഹനം വരുമ്പോൾ, ഒരു വേദന ശരീരത്തിൽ അനുഭവിക്കുമ്പോൾ നിങ്ങൾ അപ്പം പ്രാർത്ഥിക്കണം, കർത്താവേ ഒരു 10 ആത്മാക്കൾ സ്വർഗത്തിലേക്ക് കയറിപ്പോട്ടെ എന്ന്. ഹല്ലേലൂയാ. ഒരു പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നു, അപ്പം തന്നെ സുദീർഘത്തായിരിക്കുന്ന ഒരു 10 ആത്മാക്കൾ, കർത്താവ് ഈ വേദന ഞാൻ സഹിച്ചോളാം, ഇപ്പം കയറിപ്പോട്ടെ. ഒരു കൈവേദന, കാലുവേദന, നടുവേദന, ഈ വേദനകളൊന്നും പാഴാക്കരുത്. ഒരു 10 എണ്ണത്തിന് വീതം ഓരോ വേദനകളിലും കയറ്റിവിടുക. ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന ഒരു 10 എണ്ണം കയറിപ്പോട്ടെ. ഇപ്പോൾ പീഡ അനുഭവിക്കുന്ന ഒരു 10 പേർക്ക് ആശ്വാസം കിട്ടട്ടെ. അങ്ങനെ നമ്മുടെ വേദനകളും കുറവുകളും ദൈവസമക്ഷം കാഴ്ചവെച്ചാൽ നിയോഗങ്ങൾ ഉണ്ടാവില്ല. ഹല്ലേലൂയാ. നിയോഗങ്ങളെ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. കടബാധ്യതയുണ്ടോ? ഈ ബാധ്യതയിൽ നിന്നുകൊണ്ട് ഞാൻ സഹിക്കാൻ തയ്യാറാ. കർത്താവെ, പാപ അവസ്ഥയിലായിരിക്കുന്ന ഇത്ര ആത്മാക്കൾക്ക് നീ വിടുതൽ കൊടുക്കണേ, ഇത് ഞാൻ സഹിച്ചോളാം. ആ നിയോഗമെന്ന് പറയുന്ന അവസ്ഥ പെട്ടെന്ന് ബ്ലോക്കാവും. കാരണം സാത്താൻ അത് തന്നിരിക്കുന്നത് നിന്നെ നശിപ്പിക്കാനാണ്. അവിടെ നീ അത് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിച്ചാൽ സാത്താന് പിന്നെ നിന്നിലുള്ള പിടിവള്ളി പോകും. ഞാൻ തമാശയായിട്ട് പറഞ്ഞതല്ല, സീരിയസ് ആയിട്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കി, ചെയ്ത് നോക്കുക, അപ്പോൾ മനസ്സിലാവും. പെട്ടെന്ന് ഒരു അറ്റാക്കിന് സമമായിട്ടുള്ളൊരു ചെസ്റ്റ് പെയിൻ വരിക, നല്ല നെഞ്ചുവേദന വരിക. എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇടത്തുവശം നെഞ്ചുവേദന, കയ്യിലേക്ക് വേദന ഇറങ്ങുകയാണ്, പുറം വേദന. അപ്പോൾ അത് അറ്റാക്കാണ്, ഉറപ്പിക്കാം നമുക്ക്. 4-5 വർഷം മുമ്പാണ്. അപ്പോൾ ഇങ്ങനെ അറ്റാക്ക്, അപ്പോൾ ഇപ്പം ചാകും എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ നിൽക്കുക. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് വേദന ഇങ്ങനെ വന്നപ്പോൾ ശുശ്രൂഷ സെൻറ്ററിലാണ് നിൽക്കണേ. അപ്പോൾ അവർ പറഞ്ഞു, ഇത് ലക്ഷണം കണ്ടിട്ടത് മറ്റേതെന്ന് പറഞ്ഞാൽ എന്താ, അറ്റാക്കാണ്. അപ്പോൾ ഈശോ ഇങ്ങനെ കൈയും കെട്ടി എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് ഞാൻ ഇങ്ങനെ കണ്ണടക്കുമ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ ആ പേടി പോയി, അതോടുകൂടെ പേടി പോയി. പക്ഷേ വേദന പോയില്ല, അതുപോലെ സിവിയറായിട്ടുള്ള പെയിനാണ്. കാരണം അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് നെഞ്ചിന് നീര് വീണു എന്ന്. ഓക്കെ. അപ്പോൾ ഈശോ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക. അതിനുശേഷം രാത്രി വന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ പറയുകയാണ്, എന്തുകൊണ്ട് ആത്മാക്കൾക്ക് വേണ്ടി നീ അത് കാഴ്ചവെച്ചില്ല? നീ ആ വേദന അനുഭവിച്ച സമയത്ത് എന്നോട് പ്രാർത്ഥന ആവശ്യപ്പെട്ട ആത്മാക്കളുടെ എണ്ണത്തെ പ്രതി നിനക്ക് അനുവദിച്ച സഹനമായിരുന്നു എന്നാണ് അന്ന് ഈശോ പറഞ്ഞത്. നമ്മളപ്പോൾ എന്ത് ചെയ്തു? വേദന മാറാൻ പ്രാർത്ഥിച്ചു. ആത്മാക്കള് രക്ഷപ്പെട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ദൈവം തരുന്ന സഹനങ്ങളെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെച്ചാൽ അത് ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. ഇതുപോലെ തന്നെ സാത്താൻ അനുവദിച്ച കുറേ കെട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പാപങ്ങളിലൂടെ വരുത്തി വെച്ച സഹനങ്ങളും, ഈ സഹനങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ആ സഹനം വരുമ്പോൾ, കടബാധ്യത ആയിക്കൊള്ളട്ടെ, വിവാഹ തടസ്സം ആയിക്കൊള്ളട്ടെ, തെറ്റായ ഏത് അവസ്ഥയും ആയിക്കൊള്ളട്ടെ, ഏത് പാപം ആയിക്കൊള്ളട്ടെ, പ്രിയപ്പെട്ടവരെ, അതിലൂടെ വന്ന സഹനമുണ്ട്. ആ സഹനത്തെ ഈശോയെ, ഇത് ഞാൻ സഹിക്കാം, അനേകം പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയിട്ട് എൻ്റെ സഹനത്തെ കാഴ്ചവെക്കുന്നു. സാത്താൻ്റെ ലക്ഷ്യം നിന്നിൽ നടക്കില്ല പ്രിയപ്പെട്ടവരെ. അവൻ ലക്ഷ്യം വെച്ചത് ആ സഹനം നിനക്ക് തന്നുകൊണ്ട് നിരാശയിലേക്ക് നിന്നെ ആക്കി നിൻ്റെ ആത്മാവിനെ അവന് നേടിയെടുക്കാനാ. അതാണ് നീ ഡൈവേർട്ട് ചെയ്ത് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെക്കുന്നതെങ്കിൽ അവന് ആ സഹനം ഉപേക്ഷിച്ച് നിന്നെ വിട്ടു പോകേണ്ടി വരും. ആ സഹനം മാറും. പക്ഷെ നമ്മൾ ചെയ്യില്ല. നമ്മളപ്പോഴും പ്രാർത്ഥിക്കുന്ന ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ല. നമ്മളപ്പോഴും ചിന്തിക്കുന്നത്, വേദന മാറിയില്ലെങ്കിലോ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെച്ച കർത്താവ് ഇനി ആത്മാക്കൾ പോരട്ടെ പോരട്ടെ എന്ന് പറയോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും സഹിക്കേണ്ടി വരുമോ? അതുകൊണ്ട് നമ്മൾ അത് സമർപ്പിക്കില്ല. പക്ഷെ അതിന് നമുക്ക് വേണ്ട ഒരു സംഭവമുണ്ട്, നട്ടെല്ലെന്ന് പറയും, ബാക്കിലായിട്ട് സ്ഥിതി കൊള്ളുന്നൊരു സ്ഥലമാണ്. അതുണ്ടെങ്കിൽ നമുക്ക് സമർപ്പിക്കാൻ പറ്റും. നമ്മളതൊരു സംഭവമാണത്. നിങ്ങൾക്ക് നിവർന്ന് നിൽക്കുന്ന ഷേപ്പ് കൊണ്ടല്ല, ആത്മാവിനകത്ത് കൊണ്ടൊരു നട്ടല്.
അപ്പോൾ ആ ഒരു സ്പിരിച്വൽ ബോൺ ഇല്ലാത്തവർക്ക് ഇത് പറ്റില്ല. ആത്മാസ്ഥിതിയിലൊരു നട്ടലുണ്ടാകണം. എൻ്റെ കർത്താവ് എനിക്കിത് സാധിച്ച് തരും എന്ന് പറയുന്നൊരു വിശ്വാസത്തിൻ്റെ നട്ടലിനകത്ത് നമ്മുടെ ശരീരത്തിന് ആത്മാവിലുണ്ടെങ്കിൽ സഹിക്കുമ്പോൾ ഈ നമ്മൾ തീരെ നിസ്സാരരായി പോകരുത്. വിജാതിരെ പോലെ നമ്മൾ ആകരുത്. സഹിക്കുമ്പോൾ ക്രിസ്തീയതയുടെ നട്ടലുണ്ടാകണം പ്രിയപ്പെട്ടവരെ. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഓരോരോ സഹനങ്ങളും അനേകം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി നിങ്ങളൊന്ന് കാഴ്ചവെക്കുക. നിങ്ങളിപ്പോൾ ഒരു 10 വർഷമായിട്ട് ഒരു നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് നടന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾ ആ നിയോഗം എന്തെടുക്കണം? ഒരു 3 മാസത്തേക്ക് ഈ നിയോഗത്തെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെക്കുക. എൻ്റെ ഈ നിയോഗം ഇത്രയും വർഷം ഞാൻ പ്രാർത്ഥിച്ചിട്ട് നടക്കാത്തത്, കർത്താവേ ഇന്ന് മുതൽ ഞാൻ എൻ്റെ റൂട്ടൊന്ന് മാറ്റിപ്പിടിക്കുകയാണ്. ഇത് ഞാൻ അനേകം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി എൻ്റെ ഈ സഹനത്തെ കാഴ്ചവെക്കുന്നു. എല്ലാ ദിവസവും ഇത് തന്നെ പറയുക. ആ സഹനത്തെക്കുറിച്ചുള്ള നിരാശ, സങ്കടം, ഉത്കണ്ഠ വരുമ്പോൾ അപ്പോൾ പറയുക, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി എൻ്റെ ഈ നിയോഗത്തെ ഞാൻ കാഴ്ചവെക്കുന്നു. ഈ നിയോഗം എന്ന് പറയുന്ന അവസ്ഥ ഇല്ലാതായി പോകും പ്രിയപ്പെട്ടവരെ. പിന്നെ നിയോഗങ്ങൾക്ക് വേണ്ടി നീ മുട്ടുകുത്തേണ്ടി വരൂ. ആമേൻ, ഹല്ലേലൂയ. ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടേ മുട്ടുകുത്താൻ പാടുള്ളൂ ദൈവത്തിൻ്റെ മുമ്പിൽ. നിയോഗങ്ങൾക്ക് വേണ്ടി മുട്ടുകുത്തല്ലേ, മണ്ടത്തരമാണേ. നിയോഗങ്ങൾക്ക് വേണ്ടി മുട്ടുകുത്തരുത്, മണ്ടത്തരമാ. വീണ്ടും വീണ്ടും പറയാം, നിയോഗങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ മുൻപിൽ ചെന്ന് മുട്ടുകുത്തരുത്, മണ്ടത്തരമാ. അത് നിൻ്റെ ദൈവത്തിന് കിട്ടേണ്ട ആരാധനയെ തടസ്സപ്പെടുത്തുന്നുണ്ട് പലപ്പോഴും. ശരീരത്തിനാണ് നിയോഗങ്ങൾ, ആത്മാവിന് നിയോഗങ്ങൾ ഒന്നേയുള്ളൂ. ദൈവത്തെ പുൽകുക എന്നുള്ളതാണ് ആത്മാവിൻ്റെ നിയോഗം. മറ്റൊരു നിയോഗവും ദൈവം നിക്ഷേപിച്ച ആത്മാവിനില്ല. അതുകൊണ്ട് ആ നിയോഗമല്ലാതെ മറ്റൊരു നിയോഗവും ദൈവത്തെ ഓർത്ത് നിങ്ങൾ സമർപ്പിക്കരുത്. ആമേൻ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഹല്ലേലൂയ, പ്രത്യാശയോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു മകൻ്റെ കിഡ്നി സ്റ്റോൺ കർത്താവ് ഇപ്പോൾ എടുത്തു മാറ്റുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വെരിക്കോസ് വെയിൻ സുഖപ്പെട്ടുകൊണ്ടിരിക്കുന്നതായിട്ട് ഈശോ കാണിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു കുടുംബത്തിൽ നിന്ന് കടബാധ്യതയുടെ ദുരാത്മാവ് ചിതറി ഓടുന്നത് ഈശോ കാണുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു ശരീരത്തിൽ 9 വർഷമായിട്ട് പതിവായി കഴിക്കുന്ന ഒരു മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യാൻ കർത്താവ് മനുഷ്യനിലേക്ക്, ആ വ്യക്തിയിലേക്ക് സമാധാനത്തിൻ്റെ ഒരു ദൂതനെ, കാരണം അത് ഡിപ്രഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മെഡിസിനാണ് എടുക്കുന്ന സമാധാനത്തിൻ്റെ ദൂതൻ ആ വ്യക്തിയെ ഭരിക്കുന്നതായിട്ട് ഈശോ കാണിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു മകളുടെ തൊണ്ടയുടെ അസ്വസ്ഥതയെ കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീടിൻ്റെ ഇടതുവശത്ത് താമസിക്കുന്നവരുടെ അനുരഞ്ജനപ്പെടാൻ ഒരു കുടുംബത്തോട് ഈശോ ആവശ്യപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തത് 5ാമത്തെ രഹസ്യത്തിലേക്ക് വന്നിട്ട് നമ്മൾ ഈ ഒരു ധ്യാനത്തിൻ്റെ ഫസ്റ്റ് ലെസൺ നമ്മൾ ക്ലോസ് ചെയ്യണം. 5ാമത്തെ രഹസ്യം, 12ാമത്തെ വയസ്സിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കാണാതെ ആകുന്നത്. പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള സന്തോഷത്തിൻ്റെ 5 രഹസ്യങ്ങളിൽ നമ്മൾക്ക് കേൾക്കുമ്പോൾ 5ഉം സന്തോഷമാണ്. കാരണം ബാലനായ യേശു, 12 വയസ്സുള്ള ക്രിസ്തു ദേവാലയത്തിൽ നഷ്ടപ്പെട്ടതിനെ തിരിച്ച് കിട്ടിയതിലുള്ള സന്തോഷമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. പക്ഷേ നഷ്ടപ്പെട്ടതിലുള്ള ദുഃഖത്തെ നമ്മൾ ധ്യാനിക്കുന്നില്ല. സന്തോഷത്തിൻ്റെ രഹസ്യത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ, പ്രിയമുള്ള ദൈവജനമേ, ഇതിലെല്ലാത്തിലും സന്തോഷത്തിൻ്റെ ഘടകമാണ് നമ്മൾ കാണുന്നത്. അതിൽ നിന്നുകൊണ്ടാണ് സന്തോഷത്തിൻ്റെ രഹസ്യമായിട്ട് നമ്മളതിനെ കാണുമ്പോൾ അതിൽ 5ാമത്തെ രഹസ്യം, 12 വയസ്സായിരിക്കുന്ന ക്രിസ്തുവിനെ, യേശു ക്രിസ്തുവിനെ ദേവാലയത്തിൽ കാണാതാകുന്നത്. അവൻ ഉപാധ്യായന്മാരോടുകൂടെ തർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തിരിച്ചു ചെന്ന് അവനെ കണ്ടെത്തുന്ന രംഗം, അതാണ് 5ാമത്തേത്. കണ്ടെത്തുമ്പോൾ ഈശോ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ
വ്യാപൃതനായിരിക്കണമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ. പ്രിയപ്പെട്ട ദൈവജനമേ, ഇതാണ് 5-ാമത്തെ രഹസ്യത്തിലൂടെ പരിശുദ്ധ അമ്മ നമുക്ക് തരുന്ന സന്ദേശം. നമ്മുടെ ഇല്ലായ്മകളിൽ, നമ്മൾക്ക് നഷ്ടപ്പെട്ടതിൽ ഈശോ നമ്മളോട് പറയുന്നത് അത് പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനാകാനുള്ളതാണ്, പിതാവിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവയ്ക്കപ്പെട്ടതാണ്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തിൻ്റെ 5-ാമത്തെ രഹസ്യം പിതാവിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവയ്ക്കപ്പെട്ട 12ൻ്റെ അവസ്ഥയാണ്. പിതാവിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ട 12ൻ്റെ അവസ്ഥ. അവിടെ 12 ഗോത്രങ്ങളുണ്ട്, 12 സ്ലീഹന്മാരുണ്ട്, 12 വൃന്ദം മാലാഖമാരുണ്ട്. ഇങ്ങനെ പലതിനോടും നമുക്കത് ചേർത്ത് വെച്ച് വായിക്കാൻ പറ്റും. എങ്കിലും ക്രിസ്തുവിൻ്റെ 12-ാമത്തെ വയസ്സിൽ ക്രിസ്തുവിനെ നഷ്ടപ്പെടുമ്പോൾ പ്രിയമുള്ള ദൈവജനമേ, അതിനെ അന്വേഷിച്ച് ക്രിസ്തുവിൻ്റെ മാതാപിതാക്കൾ പോയത് ദേവാലയത്തിലേക്കാണ്. നമ്മൾ നമ്മുടെ മക്കളെ നഷ്ടപ്പെട്ട പള്ളിയിൽ അന്വേഷിച്ചിട്ട് ഒരു കാര്യമില്ല, കാണാൻ പറ്റില്ല. വേറെ എവിടെയെങ്കിലൊക്കെ പോയി നോക്കേണ്ടി വരും. പക്ഷേ ഈശോയെ നഷ്ടപ്പെട്ടപ്പോൾ അപ്പനും അമ്മയും ഓടിപ്പോയത് നേരെ പള്ളിയിലേക്കാണ്. അതാണ് ഈ കാലഘട്ടത്തിലെ മക്കളും അന്നത്തെ ക്രിസ്തുവും തമ്മിലുള്ള വ്യത്യാസം. നഷ്ടപ്പെട്ട പള്ളിയിൽ അന്വേഷിച്ച ക്രിസ്തുവിനെ കിട്ടും. പക്ഷേ നമ്മുടെ മക്കൾ നഷ്ടപ്പെട്ട നമ്മൾ പള്ളിയിലേക്ക് പോയിട്ട് വല്ല കാര്യമുണ്ടോ? ഉണ്ടാവില്ല. എവിടെ പോയി നോക്കണം? അത് നോക്കേണ്ട സ്ഥലങ്ങളുണ്ട്, ഈ കാലഘട്ടത്തിൻ്റെ സ്ഥലങ്ങളുണ്ട്. അവിടെ പോയി നോക്കിയാലേ അതിനെ കിട്ടുകയുള്ളൂ. പ്രിയമുള്ള ദൈവജനമേ, 12-ാമത്തെ വയസ്സിലാണ് ക്രിസ്തു നഷ്ടപ്പെടുന്നത്. 12-ാമത്തെ വയസ്സിൽ ക്രിസ്തു നഷ്ടപ്പെട്ടപ്പോൾ പരിശുദ്ധ അമ്മ അനുഭവിച്ച വ്യാകുലത്തെ ധ്യാനിക്കണം. തിരിച്ചു കിട്ടിയ സന്തോഷത്തെ ധ്യാനിക്കുന്നതിനോടൊപ്പം പരിശുദ്ധ അമ്മയുടെ നഷ്ടപ്പെടലിൻ്റെ വ്യാകുലത്തെ ധ്യാനിച്ചിട്ട് വേണം തിരിച്ചു കിട്ടിയതിൻ്റെ സന്തോഷത്തെ ധ്യാനിക്കാനായിട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയുടെ നഷ്ടപ്പെടലിൻ്റെ വ്യാകുലത്തെ ആദ്യം ധ്യാനിക്കുക. നമ്മളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന കൃപകളുണ്ട്, സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു വെച്ച കൃപകളാണ്. പ്രിയമുള്ളവരെ, നമ്മളിതിനെ നഷ്ടപ്പെടുത്തി എന്ന് നമ്മൾക്ക് തോന്നുന്ന ചില സമയങ്ങളും സന്ദർഭങ്ങളും ഉണ്ട്. നമ്മളിതിനെ നഷ്ടപ്പെടുത്തി, നമ്മളിതിനെ ദുരുപയോഗിച്ചു എന്ന് നമുക്ക് തോന്നുന്ന സമയങ്ങളും സന്ദർഭങ്ങളും നമുക്കുണ്ട്. പക്ഷേ ഈ കൃപ ദൈവം തരുമ്പോൾ കൃപകളോടൊപ്പം കരുണയുടെ ഒരു വശം കൂടെ ദൈവം തന്നിട്ടുണ്ട്. ബലിയല്ല, കരുണയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് എന്ന് വെച്ചിട്ട് ബലി മുടക്കാനല്ല. ബലിയല്ല, കരുണ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വെച്ച് ബലിയില്ലാത്ത കരുണ എന്നുള്ളതല്ല. ബലിയോടൊപ്പം കരുണയുടെ വശം നിന്നിലുണ്ടാവണം. ക്രിസ്തു എന്ന് പറയുന്ന ബലിയോടൊപ്പം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരുണയും നിൻ്റെ ഉള്ളിൽ ഉണ്ടാവണം. ബലിക്ക് വേണ്ടി നീ എത്രത്തോളം ഒരുങ്ങുന്നുവോ, ഒരു ബലി അർപ്പിക്കാൻ ഞാൻ ഒരുങ്ങുന്ന ഒരുക്കത്തിൽ പ്രസാദവര അവസ്ഥ എന്ന് പറയുന്ന ഒരു ഒരുക്കമുണ്ട്, ബലിക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കം. ഈ പ്രസാദവര അവസ്ഥയിൽ ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ പരിശുദ്ധ ബലിയിലേക്ക് കടന്നു വന്നു. ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങളെ സ്വീകരിക്കാൻ ഞാൻ യോഗ്യത നേടി ബലിയിൽ. ഇത് തന്നെ കരുണയ്ക്കുമുണ്ട് ഒരൊരുക്കം. അതായത് ക്രിസ്തുവിൻ്റെ കരുണ, അർഹത ഞാൻ ആഗ്രഹിക്കുക, കരുണയ്ക്ക് വേണ്ടി ഞാൻ ആഗ്രഹിക്കുക. ഈ കരുണയ്ക്ക് ഒരു തടസ്സമുണ്ട് പ്രിയപ്പെട്ടവരെ, കരുണയ്ക്ക് തടസ്സമുണ്ട്. ബലിയിൽ യേശുവിനെ സ്വീകരിക്കാനുള്ള തടസ്സം മാറുവാനായിട്ട് വിശുദ്ധ കുമ്പസാരത്തിലൂടെ പ്രസാദപരാവസ്ഥയിലേക്ക് വന്നുകൊണ്ട് ബലിയിലുള്ള തടസ്സത്തെ എനിക്ക് മാറ്റാൻ പറ്റുമ്പോഴും ബലിയിലൂടെ എന്നിലേക്ക് ചൊരിയപ്പെടുന്ന കരുണയുടെ തടസ്സത്തെ നീക്കാനായിട്ട് എൻ്റെ കുമ്പസാരത്തിൻ്റെ ആഴത്തിലേക്ക് ഞാൻ ഇറങ്ങിച്ചെല്ലേണ്ടതായിട്ടുണ്ട്. അവിടെ ഞാൻ പാപങ്ങൾ ഏറ്റുപറഞ്ഞു വിശുദ്ധ കുമ്പസാരം നടത്തി എന്ന് പറഞ്ഞാലും പാപത്തെ ഉപേക്ഷിക്കാതെ ഏറ്റുപറഞ്ഞു വിശുദ്ധ കുമ്പസാരം നടത്തുമ്പോൾ ഞാൻ നേടുന്ന താൽക്കാലിക പാപമോചനത്തിലൂടെ ബലിയർപ്പണം എനിക്ക് സാധ്യമായി. യേശുവിനെ സ്വീകരിക്കാൻ ഞാൻ അർഹത നേടി. പക്ഷേ പാപത്തെ പൂർണ്ണമായി വെറുത്തുപേക്ഷിക്കാതെ ഞാൻ ബലിയർപ്പിച്ചപ്പോൾ ബലിയിൽ നിന്ന് എന്നിലേക്ക് ഒഴുകേണ്ട കരുണയ്ക്ക് എന്നിൽ തടസ്സം വന്നു. ആമേൻ, ഹല്ലേലൂയ. ഇതാണ് കരുണയുടെ തടസ്സം. ഈ തടസ്സം മാറാതെ താൽക്കാലിക യോഗ്യത മാത്രമാണ് നമ്മൾ നേടിക്കൊണ്ടിരിക്കുന്നത് ഓരോ തവണയും. പാപമോചനം വാങ്ങി
താൽക്കാലികമായി യേശുവിനെ സ്വീകരിക്കാനുള്ള യോഗ്യത മാത്രമേ നമ്മൾ നേടുന്നുള്ളൂ. എന്നാൽ ക്രിസ്തു നമ്മളോട് പറഞ്ഞത് കരുണയുടെ തടസ്സത്തെ മാറ്റാനാണ്. ക്രിസ്തുവിൽ നിന്നൊഴുകുന്ന കരുണയുടെ തടസ്സം മാറിയാലാണ് നിന്റെ ജീവിതത്തിൽ നീ ഉദ്ദേശിച്ച കാര്യങ്ങൾ സാധിക്കുകയുള്ളൂ. ഇതാണ് ശരിക്കും നിയോഗങ്ങൾ സമർപ്പിച്ചുള്ള പ്രാർത്ഥന. നിയോഗങ്ങൾ നമ്മൾ സമർപ്പിക്കുമ്പോൾ നമ്മൾക്ക് നിയോഗങ്ങൾ സാധിച്ചു കിട്ടുന്നത് എങ്ങനെയാണെന്നറിയോ? കരുണയുടെ തടസ്സം മാറും. കരുണയുടെ തടസ്സം മാറിയാൽ അതിനർത്ഥം ആ നിയോഗം ദൈവം സാധിച്ചു തന്നു എന്നുള്ളതാണ്. അപ്പം ഈ നിയോഗം എങ്ങനെ ഫോം ചെയ്തു? ഈ നിയോഗം ഫോം ചെയ്തതിന് കാരണം എന്താ? ഞാൻ കർത്താവിൻ്റെ കരുണയെ ബ്ലോക്ക് ചെയ്തു. കർത്താവിൻ്റെ കരുണ യാതൊരുവിധ തടസ്സവും കൂടാതെ അനുദിനം എന്നിലേക്ക് ഒഴുകുവാൻ ഞാൻ അനുവദിച്ചാൽ എൻ്റെ വിശുദ്ധ കുമ്പസാരത്തിന് ഇരട്ടി ശക്തിയാണ്. ഞാൻ ഏറ്റുപറയുന്ന പാപങ്ങൾക്ക് ഇരട്ടി മോചനമാണ്. അല്ലെങ്കിൽ മോചനമുണ്ട്, പക്ഷേ ഞാൻ വീണ്ടും പാപം ചെയ്യാനായിട്ട് ഞാൻ ആ പാപവുമായിട്ട് ഇങ്ങനെ ഒരു ബന്ധം പുലർത്തിയാൽ ആ കുമ്പസാരം കൊണ്ട് എന്താ അർത്ഥം പ്രിയപ്പെട്ടവരെ? കരുണയ്ക്ക് തടസ്സമുള്ളിടത്ത് നിയോഗങ്ങളുടെ എണ്ണം കൂടും. അതുകൊണ്ട് നിയോഗങ്ങളുടെ എണ്ണം കൂടുമ്പോൾ നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടിയിട്ടാണ്. ചില നിയോഗങ്ങൾ എത്ര പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല, അത് അതിൻ്റെ വേഴ്സായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്, മറിച്ച് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കരുണയാണ് നിയോഗങ്ങളെ പോക്കുന്ന ദൈവത്തിൽ നിന്നൊഴുകുന്ന രക്ഷാകര ശക്തി. കരുണ, ഈ കരുണ മാത്രം മതി നമ്മുടെ നിയോഗങ്ങൾ ഇല്ലാതാകാനായിട്ട്. കരുണയുണ്ടെങ്കിൽ അവിടെ നിയോഗത്തിന് സ്ഥാനമില്ല. കാരണം കരുണയുള്ളിടത്ത് കർത്താവിൻ്റെ കാരുണ്യം കടന്നു വരുന്ന വ്യക്തിയിൽ സാത്താൻ കൊടുക്കുന്ന നിയോഗങ്ങൾ നിലനിൽക്കുകയില്ല. സാത്താൻ കൊടുക്കുന്ന ഒരു നിയോഗവും നിലനിൽക്കത്തില്ല. പക്ഷെ നമ്മൾ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ നിയോഗങ്ങൾക്ക് വേണ്ടി ഉപവസിക്കും, നിയോഗങ്ങൾക്ക് വേണ്ടി മുട്ടുകുത്തും, നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇവിടെ കരുണ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ശക്തി നമ്മിലേക്ക് ഒഴുകുവാൻ അത് തടസ്സമാണ്. ആമേൻ, ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ. അതുകൊണ്ട് കരുണയ്ക്കുള്ള തടസ്സത്തെ മാറ്റണം. ഈ കരുണയ്ക്കുള്ള തടസ്സത്തെ മാറ്റലാണ് നമ്മളിലുള്ള കൃപകൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നത്. കൃപകൾ നഷ്ടപ്പെടാതെ സൂക്ഷിച്ചാൽ അതിൽ തന്നെ കരുണയ്ക്കുള്ള തടസ്സം മാറാനായിട്ടുള്ള പ്രാർത്ഥന ഉൾച്ചേർന്നിട്ടുണ്ട്. കൃപ കിട്ടി, ഇപ്പോൾ രോഗികളെ സുഖപ്പെടുത്താനുള്ള വരം എനിക്ക് ലഭിച്ചു എന്നിരിക്കട്ടെ. ഈ രോഗികളെ സുഖപ്പെടുത്താനുള്ള വരം എനിക്ക് ലഭിച്ചു. ഞാൻ എൻ്റെ പാപം കൊണ്ട് ഈ വരത്തിൻ്റെ കൃപ, ഈ വരത്തിൻ്റെ ആ ഒരു തീവ്രത എനിക്ക് കുറക്കാൻ പറ്റും. നേടിയെടുത്ത കൃപകളൊന്നും എന്നിൽ നിന്ന് കർത്താവ് എടുത്തു മാറ്റില്ല. കാരണം അതിലൂടെ നേടിയെടുക്കേണ്ട ആത്മാക്കളും ഒരു കൃപ എനിക്ക് തരുമ്പോൾ ദൈവം അതിനോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. രോഗസൗഖ്യ വരം എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഈ രോഗസൗഖ്യം ഞാനൊരു വ്യക്തിക്ക് കൊടുത്ത് ആ വ്യക്തിയെ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലേക്ക് ഞാൻ നയിച്ചിട്ടുണ്ടോ എങ്കിലാണ് ആ ആത്മാവിനെ ഞാൻ നേടിയിട്ടുള്ളൂ. രോഗസൗഖ്യം കൊടുത്ത് ഒരു വ്യക്തിക്ക് രോഗസൗഖ്യം മാത്രം കൊടുത്ത് വിടുകയാണെങ്കിൽ 10ൽ 9 കുഷ്ഠരോഗികളാണ്. അതെല്ലാം 9 കുഷ്ഠരോഗികളുടെ ലിസ്റ്റിൽ അത് വരും. തിരിച്ചു വന്ന് നന്ദി പറയില്ല, അവർ കിട്ടിയ സൗഖ്യം കൊണ്ടുപോയി. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ രോഗസൗഖ്യ വരം എനിക്ക് കിട്ടിയത് കൊണ്ട് എനിക്കൊരു ഗുണവുമില്ല, അത് തന്ന കർത്താവിനും ഗുണമില്ല. കർത്താവ് രോഗസൗഖ്യ വരം തന്നിട്ടുണ്ടെങ്കിൽ ആ രോഗസൗഖ്യം ഞാൻ കൊടുത്താൽ ആ സൗഖ്യം കിട്ടിയ വ്യക്തി പിന്നീടുള്ള അവൻ്റെ ജീവിതത്തിൽ, അവളുടെ ജീവിതത്തിൽ ക്രിസ്തുവിൽ നിന്ന് പിന്മാറാതെ ക്രിസ്തു വിശ്വാസത്തിൽ ജീവിക്കണം. അതാണ് ഏതൊരു ശുശ്രൂഷ വരത്തിൻ്റെയും അടിസ്ഥാനം. അപ്പോൾ ഈ വരം എനിക്ക് കിട്ടിയാൽ ഈ വരത്തെ മൺപാത്രത്തിലെ നിധി കണക്കെ ഞാൻ സൂക്ഷിച്ചു വെക്കുക. എൻ്റെ ഒരു പാപം കൊണ്ട് ഈ വരം എന്നിൽ നിന്ന് നഷ്ടമാകരുത്. ഞാൻ ചെയ്യുന്ന ഒരു ചെയ്തികളുകൊണ്ടും ഈ വരം എന്നിൽ നിന്ന് എടുത്തു മാറ്റപ്പെടരുത്. അതിനുവേണ്ടി ഞാൻ ഇതിനെ സൂക്ഷിക്കുമ്പോൾ, ഞാൻ ഈ സൂക്ഷിക്കുന്ന രീതിയുണ്ട്. പാപത്തെ വെറുത്തുപേക്ഷിച്ച് എന്താ പറയുക, ലോകത്തിൻ്റെതായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും പിന്മാറി ഈ വരത്തെ പ്രതി ഞാൻ ഒതുങ്ങിക്കൊടുമ്പോൾ ദൈവത്തിൻ്റെ കരുണയാണ് എന്നിലേക്ക് പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം ഈ വരത്തെ പ്രതിയാണെങ്കിലും ഞാൻ പാപത്തെ ഉപേക്ഷിച്ചു, പാപ സാഹചര്യങ്ങളോട് നോ പറഞ്ഞു, ലോകാരൂപികളോട് നോ പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്ന കരുണയുടെ തടസ്സത്തിനുള്ള എന്താ പറയുക, കുടുംബ പ്രാർത്ഥന മുടങ്ങുക എന്ന് പറയുന്ന കരുണയുടെ തടസ്സം സൃഷ്ടിക്കരുത്. നിങ്ങൾ കുടുംബ പ്രാർത്ഥന മുടങ്ങരുത്, കുടുംബ പ്രാർത്ഥന മുടങ്ങരുത്. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു തടസ്സമാണ് ഷിഫ്റ്റ് ജോലി. ചിലർക്ക് രാവിലെ 6 തൊട്ട് 3 വരെ, ചിലത് 3 തൊട്ട് ചിലപ്പോൾ 10 വരെയൊക്കെയുള്ള ജോലിയുണ്ട്.
ഇങ്ങനെ ജോലി ചെയ്യുന്ന കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥന ഉണ്ടാവില്ല. അവിടെ കുടുംബങ്ങൾ തമ്മിൽ ചേരില്ല, കുടുംബത്തിൽ അസ്വസ്ഥതകൾ. അപ്പം അതുകൊണ്ട് കുടുംബ പ്രാർത്ഥന അതിൻ്റെ സമയത്ത് നടക്കുന്നതിൽ നിന്ന് എന്തിൻ്റെ പേരിലാണെങ്കിലും ജനങ്ങൾ, ദൈവത്തിൻ്റെ മക്കൾ എന്ന് പിന്തിരിഞ്ഞുവോ അന്ന് മുതൽ നമ്മുടെ ദേശത്ത് തിന്മകൾ പെരുകി. ഇപ്പം നമുക്ക് പറയാനായിട്ട് ഇപ്പോൾ IT ഫീൽഡിലാണ്, അപ്പോൾ ജോലി നൈറ്റ് ഷിഫ്റ്റാണ്. അപ്പോൾ എന്താ, രാത്രിയുടെ അന്ധകാരത്തിൽ ജോലി ചെയ്യും, പകലിൻ്റെ വെളിച്ചത്തിൽ കിടന്നുറങ്ങും. രാത്രിയുടെ അന്ധകാര ശക്തികളോടൊത്ത് ജോലിയിൽ മുഴുകി പകലിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ കിടന്നുറങ്ങി. ജസ്റ്റ് ഓപ്പോസിറ്റ്, ദൈവം സൃഷ്ടിച്ച ആ ഒരു സൃഷ്ടികർമ്മത്തിന് വിപരീതമായിട്ടുള്ള രീതിയിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ കൊണ്ടുപോകും. ആ രീതിയിലേക്ക് സാത്താൻ അവൻ്റെ ജോലി പ്രൊഫഷണൽസിനെ ആ രീതിയിൽ അവൻ ട്രെയിൻ ചെയ്യിച്ച് ഈ കാലഘട്ടത്തിൻ്റെ മക്കൾ ഇതിൻ്റെ പുറകെയാണ്. അപ്പോൾ വരുമ്പോൾ എന്തായി, ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് ജസ്റ്റ് ഓപ്പോസിറ്റായി. രാത്രിയിൽ നമ്മളെ കാക്കുന്ന മാലാഖമാരുടെ ഗണം, പകൽ നമ്മളെ കാക്കുന്ന മാലാഖമാരുടെ ഗണം, നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മളെ കാക്കുന്ന മാലാഖമാർ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ കാക്കുന്ന മാലാഖമാർ, ഇങ്ങനെ കുറേ സ്ട്രക്ചറുണ്ട് ക്രിസ്തീയ വിശ്വാസത്തിൽ. ഇതെല്ലാം തച്ചുടയ്ക്കുന്നതാണ് ഈ പ്രവൃത്തി. നിങ്ങൾ ശ്രമിക്കുക എന്ന് വെച്ചിട്ട് സാധ്യമാകുമല്ലോ എന്ന് എനിക്കറിയില്ല, പ്രസംഗിക്കാൻ എളുപ്പമാണ്, പക്ഷെ എന്നാലും പറഞ്ഞു തരേണ്ട ഒരു കടമയുള്ളതുകൊണ്ട് പറഞ്ഞു തരിക. രാവിലെ മുതൽ രാത്രി വരെ നിങ്ങൾ അധ്വാനിക്കുക. രാത്രിയിൽ കുടുംബം ഒരുമിച്ച് നിന്ന് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. രാത്രി കിടന്നുറങ്ങുക, വെളുപ്പിന് എഴുന്നേൽക്കുക. കാരണം അതിരാവിലെ ഉണർന്ന് കർത്താവിനെ അന്വേഷിക്കുന്നവന് കൃപ ലഭിക്കും. അപ്പോൾ കൃപ കിട്ടാൻ വേണ്ടി വെളുപ്പിനെ ഉണർന്ന് പ്രാർത്ഥിക്കുക. വീണ്ടും ജോലിയിൽ പ്രവേശിക്കുക. വൈകിട്ട് കുടുംബ പ്രാർത്ഥന. അതിനിടയിലുള്ള സന്തോഷങ്ങൾ നിങ്ങൾക്ക് ആസ്വദിക്കാം. പാപമൊഴികെയുള്ളത് ഇതുണ്ടെങ്കിൽ കരുണയ്ക്ക് തടസ്സം ഉണ്ടാവില്ല. ഇത് ബ്ലോക്കായി, കുടുംബ പ്രാർത്ഥന എന്ത് പേര് പറഞ്ഞാലും കുടുംബ പ്രാർത്ഥന ബ്ലോക്കായിട്ടുണ്ടോ, ആ കുടുംബത്തിന് കരുണയ്ക്ക് തടസ്സമുണ്ട്. നടക്കില്ല നിങ്ങളുടെ ഒരു കാര്യങ്ങളും. കുടുംബ പ്രാർത്ഥന ഇല്ലാത്ത കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തിയും നിയോഗം പറഞ്ഞ് ദൈവത്തിൻ്റെ മുമ്പിൽ പോകണ്ട, കിട്ടില്ല. ഏത് ധ്യാനത്തിൽ കൂടിയാലും കിട്ടില്ല. കാരണം നീ ചെയ്യേണ്ട ഉത്തരവാദിത്വം മറന്ന് കാര്യം സാധിക്കാൻ നീ ദേവാലയത്തിലും കാര്യം സാധിക്കാൻ ധ്യാന കേന്ദ്രങ്ങളിൽ ഓടിയിട്ട് ഒരു കാര്യമില്ല. കുടുംബ പ്രാർത്ഥന മുടങ്ങരുത്. കുടുംബ പ്രാർത്ഥന കുടുംബത്തിൽ നിങ്ങൾ ദൈവത്തിന് അർപ്പിക്കുന്ന ബലിയാണ്. ആ ബലി മുടങ്ങാൻ കർത്താവ് സമ്മതിച്ചിട്ടില്ല. അപ്പൻ അമ്മ മക്കൾ എന്ന് പറയുന്ന ബന്ധത്തിൻ്റെ കെട്ടുറപ്പാണ് കുടുംബ പ്രാർത്ഥന. ആ ബന്ധത്തെ കൂട്ടിക്കെട്ടിയിടുന്ന ചങ്ങലയാണ് കുടുംബ പ്രാർത്ഥന. ഈ ചങ്ങലയുടെ കണ്ണി വേർപെട്ടു പോയിട്ടുണ്ടോ പ്രിയപ്പെട്ട ദൈവജനമേ, ആ കുടുംബത്തിൽ നിന്ന് സാത്താൻ്റെ അരൂപികൾ ഇറങ്ങി ഓടത്തില്ല, അവരവിടെ തന്നെ ഉണ്ടാകും. ആ കുടുംബത്തെ പതുക്കെ 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 അതിനെ നശിപ്പിച്ചുകൊണ്ട് അതിനെ തകർച്ചയിലേക്ക് കൊണ്ടുവരുവാൻ സാത്താന് പറ്റും. നിങ്ങളുടെ കിടക്കുന്ന ക്രമം മാറിയതിന് ശേഷം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോ. നിങ്ങൾ ഏതെങ്കിലും ഒരു മേഖല വീക്കായി തുടങ്ങിയിട്ടുണ്ടാവും. ഒന്നെങ്കിൽ സാമ്പത്തിക മേഖല, അല്ലെങ്കിൽ ആരോഗ്യം, അല്ലെങ്കിൽ സമാധാനം. ജോലി ഈ പറയുന്ന ഷിഫ്റ്റിലേക്ക് മാറിയതിന് ശേഷം നിങ്ങളെ തന്നെ ഒന്ന്, നിങ്ങളുടെ കുടുംബം തന്നെ ഒന്ന് ആത്മശോധന ചെയ്യും. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കേണ്ട, നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തി നോക്ക്. ഷിഫ്റ്റ് മാറി, നൈറ്റ് ഉറങ്ങുന്നതിന് പകരം നൈറ്റ് ജോലിയും, പകൽ ഉണർന്നിരുന്ന ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം പകൽ ഉറക്കവുമായി കഴിഞ്ഞപ്പോൾ കുടുംബത്തിൽ വന്ന താളം തെറ്റലുകൾ ഒന്ന് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കുടുംബത്തിൽ വന്ന താളം തെറ്റലുകൾ എടുത്തു നോക്കിയാൽ മനസ്സിലാകും അവിടുത്തെ പ്രശ്നം. ഒരു കുടുംബത്തിൽ ഞാനിത് ആധികാരികമായിട്ട് പറയാൻ കാരണം കർത്താവ് കാണിച്ച കുറേ അടയാളങ്ങളിലൂടെയാണ്. അതിൽ ഈ ശുശ്രൂഷയിൽ നിൽക്കുമ്പോൾ ഒത്തിരി പേര് പല കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് വരുമ്പോൾ അവരെ സമർപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ബുക്കിൽ ഇല്ല. അതെന്നോട് ചോദിക്കരുത്. കർത്താവ് ഈ ബുക്ക് എഴുതാൻ നിയോഗിച്ച കാലഘട്ടത്തിൽ പകലാണ് എല്ലാവരും പണിയെടുത്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അകത്ത് ഉണ്ടാവില്ല. പക്ഷേ എൻ്റെ ജീവിത അനുഭവം വെച്ചിട്ട് ശുശ്രൂഷയിൽ പലരും പ്രയർ റിക്വസ്റ്റായിട്ട് വന്നപ്പോൾ അവരുടെ കാരണം എന്താണ് പരിശുദ്ധാത്മാവെ വെളിപ്പെടുത്തി താ എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു കുടുംബത്തിൻ്റെ തകർച്ചയാണ് ഈശോ കാണിച്ചത്. ഒരു കുടുംബം തകർന്ന് കിടക്കുക. അഞ്ച് അംഗങ്ങളുണ്ട് ആ കുടുംബത്തിൽ. അതിൽ ഈ 5 അംഗങ്ങളും അവർ പറയാം, ഈ കഴിഞ്ഞ വർഷം വരെ ഒരു കുഴപ്പം ഉണ്ടായില്ല. അവർ പറയാം, എന്നോട് വന്നിട്ട് പറയാം, കഴിഞ്ഞ വർഷം വരെ ഒരു പ്രോബ്ലം ഉണ്ടായില്ല, ഞങ്ങൾ സന്തോഷത്തിലാണ് ജീവിച്ചേ. 3 മക്കളുടെ അപ്പനും അമ്മയാണ്. 3 മക്കളുടെയും കല്യാണം കഴിഞ്ഞിട്ടില്ല. 3 ആൺമക്കളാണ്. 3 മക്കളുടെയും കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു കുഴപ്പമില്ലെങ്കിൽ സന്തോഷത്തോടെ ജീവിച്ചതാണ്.
വിവാഹപ്രായത്തിലേക്ക് അടുക്കുന്നേ ഉള്ളൂ, അതുകൊണ്ട് ആ സമയത്ത് വിവാഹം ആലോചിക്കാം, അത്രയും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ തമ്മിലടിയും ബഹളങ്ങളുമാണ്. കാര്യം ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു മകൻ രാത്രി ഉണർന്നിരുന്ന് സിസ്റ്റത്തിലിരിക്കുന്ന ഞാൻ കാണണം. അപ്പം ഞാൻ രാത്രി ആരാണ് സിസ്റ്റവുമായിട്ടിരിക്കണമെന്ന് വെച്ചു. അപ്പോൾ ഇവൻ ജോലി കിട്ടി ഇങ്ങനെ നൈറ്റ് ഷിഫ്റ്റാണ്, ഇന്ന സ്ഥലത്ത് ഇൻഫോ പാർക്കിലോ മറ്റോ ആണ്. അപ്പോൾ നൈറ്റ് കംപ്ലീറ്റ് വർക്ക് ചെയ്യും, രാവിലെ 4 മണിക്ക് അവൻ കിടക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ കാണുമ്പോൾ ഈ ലാപ്ടോപ്പല്ല ഞാൻ കാണുന്നത്, ലാപ്ടോപ്പിൻ്റെ പുറകിൽ നിൽക്കുന്നൊരു അരൂപിയെയാണ് ഈശോ കാണിക്കണേ. ഈ അരൂപിയിലേക്കാണ് ഇവൻ നോക്കിക്കൊണ്ടിരുന്ന് വർക്ക് ചെയ്യാനായിട്ട് എനിക്ക് ഈശോ കാണിച്ചു തന്നതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ ജോലി കിട്ടിയതിന് ശേഷമാണ് ഇങ്ങനെ ആണ്? അങ്ങനെ അതിൻ്റെ വേരെടുത്തെടുത്ത് പോകുമ്പോൾ ഈശോ കാണിച്ചു തന്ന സന്ദേശം ഇതാണ്. ഒരു കുടുംബത്തിൻ്റെ കെട്ടുറപ്പ് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട ദൈവജനമേ, അതിൻ്റെ കുടുംബ പ്രാർത്ഥനയാണ്. ഈ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് ഭാര്യ മക്കൾ കിടന്നുറങ്ങുമ്പോൾ രാവിലെ എഴുന്നേറ്റ കർത്താവിൻ്റെ ദൂതന്മാരാണ് ഈ മക്കളെ രാവിലെ വന്ന് വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നത്. ഇതിനെ എഴുന്നേൽപ്പിച്ച് കർത്താവിൻ്റെ സന്നിധിയിലെത്തി ദിവസവും പരിശുദ്ധ ബലിക്ക് പോകുന്ന കുടുംബമാണെങ്കിൽ പിന്നെ ആ കുടുംബത്തെ നോക്കണ്ട, അത് പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് കുടുംബം. പക്ഷെ അതെല്ലാവർക്കും സാധിക്കണമെന്നില്ല. ചിലപ്പോൾ അതിരാവിലെ സ്കൂളുകളിൽ എഴുന്നേറ്റ് കുഞ്ഞുങ്ങൾ ചിലപ്പോൾ 6 മണിക്കൊക്കെ പോകുന്ന കുട്ടികളുണ്ട്, അപ്പോൾ നടക്കില്ല. സൺഡേ മാത്രം, ഞായറാഴ്ച മാത്രമായിരിക്കും പരിശുദ്ധ ബലിക്ക് പോകണം. എങ്കിൽ പോലും കുടുംബ പ്രാർത്ഥന ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ ആ കുടുംബത്തെ കർത്താവിന് തൻ്റെ മാലാഖമാരാൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കുടുംബത്തിൽ ഈ മകൻ ഈ ജോലിക്ക് പോയ അന്ന് മുതലാണ് ഈ പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ അന്നാണ് ഈ വിഷയം ഇങ്ങനെ തന്നിട്ട് അതിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിന് പുറകിലുള്ള സാത്താൻ്റെ തന്ത്രം, ആവിഷ്കരിച്ച തന്ത്രം, പരിഷ്കരിച്ച ജോലി മേഖലകളിൽ വന്നതിലൂടെ രാത്രി നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യുന്നൊരു ഗ്യാങ് തന്നെ ഫോം ചെയ്തിട്ടുണ്ട്. നൈറ്റ് ലൈഫ് എൻജോയ് രാത്രി ഒരു 10 മണിയാകുമ്പോൾ വീട് വിട്ട് ഇറങ്ങി അവിടെ ഇവിടെയൊക്കെ നടന്ന് കുറേ സ്ഥലത്തൊക്കെ പോയിരുന്ന് ചായയൊക്കെ കുടിച്ച് കറങ്ങി വീട്ടിൽ വന്ന് നേരെ വെളുത്ത് കിടന്നുറങ്ങുന്ന ഒരു നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഈ ഒരു തലം സാത്താൻ്റെ തലമാണെന്നുള്ളത് വെളിപ്പെടുത്തി. അപ്പോൾ ഈശോയോട് ഞാൻ ചോദിച്ചു, ഇതിന് പരിഹാരമായിട്ട് കർത്താവ് ഈ കുടുംബത്തിന് എന്ത് ചെയ്താൽ? അപ്പോൾ ഈശോ മെസ്സേജ് അവൻ്റെ ജോലി ഉപേക്ഷിക്കാൻ പറഞ്ഞു. പ്രാർത്ഥനയിൽ നിൽക്കുന്ന കുടുംബമായതുകൊണ്ട് ഈശോ പറയുന്നു ജോലി ഉപേക്ഷിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ അവർ തിരിച്ചും മറിച്ചൊന്നും ആലോചിച്ചില്ല, ഉപേക്ഷിച്ചു. അവൻ ലെറ്റർ ഇട്ടു, 1 മാസം 1.5 മാസം നോട്ടീസ് പീരീഡ്. ആ 1.5 മാസം കഴിഞ്ഞ് നോട്ടീസ് പീരീഡ് കഴിഞ്ഞ് വീട്ടിലെത്തി വെറുതെ ഇരിക്കുക, കുടുംബം പഴയതുപോലെയായി. അവിടെ ഒരു പ്രാർത്ഥനയല്ല, ചെയ്ത ചില ചെയ്തികൾ മാറ്റി, അതിനുശേഷം കുടുംബ പ്രാർത്ഥന നോർമലായി, കുടുംബത്തിൻ്റെ കെട്ടഴിഞ്ഞു. ചില കുടുംബങ്ങളെ ദൈവം കെട്ടിയിട്ടിരിക്കുന്നത് കുടുംബ പ്രാർത്ഥനയോട് ചേർത്താണെങ്കിൽ അതിൽ വിള്ളൽ വന്നാൽ ആ കുടുംബത്തിൽ തകർച്ചകൾ ആരംഭിക്കും. ഒരു കോംപ്രമൈസും ഇല്ല കാര്യത്തിൽ. കുടുംബ പ്രാർത്ഥന എന്തിൻ്റെ പേരിൽ നീ മുടക്കുന്നുവോ അത് സാത്താനായിരിക്കുള്ളൂ. കുടുംബ പ്രാർത്ഥന മുടക്കുന്ന രീതിയിൽ നീ ഏത് ജോലിയിൽ പ്രവേശിച്ചാലും എന്ത് കാര്യത്തിൽ എൻഗേജ്ഡ് ആയാലും അത് സാത്താൻ്റെ രൂപിയാണ്. അത് നിൻ്റെ കുടുംബത്തെ തച്ചുടയ്ക്കും. ജോലിയാണെങ്കിലും എൻജോയ്മെൻ്റ് ആണെങ്കിലും ഏത് പാർട്ടി ആണെങ്കിലും എന്താണെങ്കിലും കുടുംബ പ്രാർത്ഥന മുടങ്ങരുത്. അതല്ലെങ്കിൽ നിങ്ങൾ അതുപോലെ എവിടെയെങ്കിലും ട്രാവൽ പോയിട്ടൊക്കെ ആയിരിക്കണം, ഓക്കെ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോഴും ആ 8 മണി സമയം നിങ്ങൾ കുരിശ് വരച്ച് എൻ്റെ ഭാര്യയോട് എൻ്റെ മക്കളോട് ചേർന്ന് കർത്താവ് തന്നെ ഞാൻ ആരാധിക്കുന്നു എന്ന് പറഞ്ഞ് സമർപ്പിക്കണം. 8 മണി അത് ഈശോയ്ക്കുള്ളതാ. പള്ളി മണി അടിക്കുമ്പോൾ അത് ഈശോയുടെ സമയമാണ്. നമ്മളത് മുട്ടുകുത്തണം പ്രിയപ്പെട്ടവർ, നമ്മൾ മുട്ടുകുത്തി ആരാധിക്കണം. അത് ചെയ്തില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തകർച്ചകൾ മാറില്ല, കുടുംബത്തിൽ വിവാഹങ്ങൾ നടക്കില്ല, കുടുംബത്തിൽ ജോലികൾ ഉണ്ടാവില്ല, വരുമാനങ്ങൾ നിലനിൽക്കില്ല, കടബാധ്യതകൾ പെരുകും, കിട്ടാക്കടങ്ങൾ പെരുകും, നമ്മുടെ സമ്പത്ത് പല സ്ഥലത്ത് കെട്ടിക്കിടക്കും. നമ്മൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള അനുഗ്രഹങ്ങൾ സ്വർഗത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങത്തില്ല പ്രിയപ്പെട്ടവരെ. ആമേൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 5ാമത്തെ രഹസ്യത്തിൽ ഈശോ പറഞ്ഞതും ഇത് തന്നെയാണ്. ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കണം. പരിശുദ്ധമ്മയും വിശുദ്ധ ഔസേപ്പും ഉണ്ണി യേശുവിനെ അന്വേഷിച്ചു പോവുക, ബാലനായ യേശുവിനെ അന്വേഷിച്ചു പോകുമ്പോഴും ഈശോ പറഞ്ഞ മറുപടി ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കണമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? എന്താണ്
പിതാവിൻ്റെ കാര്യം. പിതാവിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി ആയിരിക്കുന്ന അവസ്ഥകളിൽ ദൈവാനുഭവം കൊണ്ടുവരിക, ദൈവരാജ്യത്തെ പ്രഘോഷിക്കുക. ദൈവരാജ്യ പ്രഘോഷണവുമായി ബന്ധപ്പെട്ട് പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കണം. അതല്ലെങ്കിലാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടലിൻ്റെ വേദനകൾ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടാവുകയുള്ളൂ. നഷ്ടപ്പെടലിൻ്റെ വേദനകൾ നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. കാരണം പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനാകണം. അതാണ് കുടുംബ പ്രാർത്ഥന. അതിൽ നിന്ന് മാറാൻ പാടില്ല പ്രിയപ്പെട്ടവരെ. അതിൽ നിന്ന് പിന്നോക്കം വരാൻ പാടില്ല. അതിൽ നിന്ന് ഒരു കാരണവശാലും ഒരു ജോലിയും ഒരു ബന്ധങ്ങളും നിന്നെ പിൻവലിക്കാൻ പാടില്ല. ഹല്ലേലൂയാ. അഭിഷേകത്തോടെ ഹല്ലേലൂയാ, വിശ്വാസത്തോടെ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അതുകൊണ്ട് കർത്താവ് നിനക്ക് തന്നിരിക്കുന്ന കൃപയുടെ മണിക്കൂറുകളെ നഷ്ടപ്പെടുത്തരുത്. പകലിൻ്റെ അധ്വാനിച്ചതിൻ്റെ അഭിഷേകം നിന്നിലേക്ക് കടന്നു വരുവാൻ രാത്രിയുടെ പ്രാർത്ഥനകൾക്ക് ശക്തിയുണ്ടെന്നുള്ളത് തിരിച്ചറിയുക. രാത്രിയിൽ ഒരുമിച്ചായിരുന്നു പ്രാർത്ഥിക്കേണ്ടിടത്ത് ഒരുമിച്ചായിരുന്നു പ്രാർത്ഥിക്കുക തന്നെ വേണം. അവിടെ യാതൊരു തരത്തിലും വിട്ടുവീഴ്ച വരുത്താൻ പാടില്ല. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. പകലല്ല, രാത്രിയിലെ അത്യാഴം ഒരുമിച്ചായിരിക്കണം. കുടുംബങ്ങൾ ഒരുമിച്ചുണ്ടെങ്കിൽ, മറ്റു സ്ഥലങ്ങളിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ഓക്കെ. അതല്ല, കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ഒരു സ്ഥലത്തുണ്ട്, രാത്രി എല്ലാവരും ഒരുമിച്ച് ഒരു വീട്ടിൽ കിടന്നുറങ്ങുന്ന കുടുംബമാണെങ്കിൽ അത്താഴം ഒരുമിച്ച് ആയിരിക്കണം. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. അതിൻ്റെ തടസ്സങ്ങളെ നിങ്ങൾ മാറ്റണം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അതനുസരിച്ച് നിങ്ങളുടെ കുടുംബങ്ങളെ ക്രമപ്പെടുത്താനായി 5-ാമത്തെ രഹസ്യത്തിൽ ഈശോ നമ്മളോട് പറയുന്നത്. കാരണം യേശുവിനെ നഷ്ടപ്പെട്ടത് കർത്താവിൻ്റെ യൗവനത്തിലല്ല, ബാല്യത്തിലാണ്. ബാല്യത്തിൽ ക്രിസ്തുവിനെ നഷ്ടപ്പെടുക. നമ്മൾ ചിന്തിക്കണം, ബാല്യത്തിൽ 12 ക്രിസ്തുവിനെ നഷ്ടപ്പെടുക. അതായത് നമ്മുടെ വളർച്ചയുടെ ബാല്യമുണ്ട്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന അഭിഷേകത്തിന് ഒരു ബാല്യവും യൗവനവും പൗരുഷവും വാർദ്ധക്യവും ഒക്കെ ഉണ്ട്. ഈ അഭിഷേകത്തിൻ്റെ വാർദ്ധക്യത്തിലെത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവ് ശുശ്രൂഷകരിൽ ഈ ഒരു ശുശ്രൂഷയുടെ വാർദ്ധക്യത്തിൻ്റെ ഒരവസ്ഥയുണ്ട്. ആ സമയത്ത് ദൈവം പ്രാർത്ഥനകളിൽ വിശ്രമത്തിൽ ആയിരിക്കാൻ അനുവദിക്കുന്ന ഘടകങ്ങളുണ്ട്. ഈ ശുശ്രൂഷയുടെ ബാല്യത്തിൽ കർത്താവ് അനുവദിക്കുന്ന സഹനത്തിൻ്റെ ഘട്ടമുണ്ട്. ശുശ്രൂഷയുടെ യൗവനത്തിൽ ഈശോ എടുത്ത് ഉപയോഗിക്കുന്ന സമയമുണ്ട്. അത് ശുശ്രൂഷയുടെയാണ്, വ്യക്തിപരമായിട്ടുള്ള ബാല്യവും യൗവനവും അല്ല ഞാൻ പറയുന്നത്. ശുശ്രൂഷയുടെ ബാല്യത്തിൽ കർത്താവ് സഹനങ്ങൾ നിങ്ങൾക്ക് കൽപ്പിച്ചനുവദിക്കും. ശുശ്രൂഷയുടെ യൗവനത്തിൽ കർത്താവ് നിങ്ങളെ ഓടിക്കാവുന്നതിൻ്റെ പരമാവധി ഓടിക്കും, നിർത്തില്ല, നിൽക്കാൻ സമ്മതിക്കില്ല. ഈശോ എടുത്തുപയോഗിക്കും. ശുശ്രൂഷയുടെ ആ ഒരു വാർദ്ധക്യത്തിൻ്റെ സ്റ്റേജിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ മാധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ബലം കൂടും. അതിനുശേഷം നിങ്ങൾ പിന്നെ പ്രാർത്ഥിക്കേണ്ടത് ഒരുപാട് സ്ഥലങ്ങളിൽ ഓടി നടന്നായിരിക്കില്ല. നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ അവിടെ സൗഖ്യം കിട്ടുന്ന അഭിഷേകത്തിലേക്ക് ശുശ്രൂഷകൻ ഒരു പരുവത്തിൽ എത്തും. കർത്താവാക്കി തീർക്കും ആ വ്യക്തിയെ. ഇങ്ങനൊരു തലമുണ്ട്. ഇത് തന്നെ ശുശ്രൂഷ എന്ന് പറയുന്ന കുടുംബ പ്രാർത്ഥനയിൽ, കുടുംബ ബന്ധങ്ങളിലും ഇത് ദൈവം സ്ഥാപിച്ച് തന്നിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഈ കുടുംബ ബന്ധങ്ങളിൽ വരുന്ന വിള്ളലുകൾക്കുള്ള മരുന്നാണ് കുടുംബ പ്രാർത്ഥന. കുടുംബ ബന്ധങ്ങളിൽ വരുന്ന, കുടുംബാംഗങ്ങളിൽ വരുന്ന രോഗങ്ങൾക്കുള്ള മരുന്നും കുടുംബ പ്രാർത്ഥനയാണ്. കുടുംബ പ്രാർത്ഥനയിൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നുള്ള ത്രിത്വൈക ദൈവ ആരാധനയോടുകൂടെ തുടങ്ങി എത്രയും ദൈവമുള്ള മാതാവേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലി പാട്ടും പാടി അവസാനിപ്പിക്കുന്നതിനുള്ളിൽ വരുന്ന എല്ലാ പ്രാർത്ഥനകളിലും ഭാഗിക ദണ്ഡ വിമോചനം ഉള്ള പ്രാർത്ഥനകളാണ് മിക്കവാറും കുടുംബ പ്രാർത്ഥനയിൽ നമ്മുടെ അപ്പനപ്പൂപ്പന്മാരായിട്ട് തുടർന്നു വരുന്ന പ്രാർത്ഥനകൾ. അവർക്ക് അതിനെപ്പറ്റി ധാരണയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുടുംബ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിരുന്ന പ്രാർത്ഥനകളിലെല്ലാം ദണ്ഡവിമോചന പ്രാർത്ഥനകളായിരുന്നു അധികവും. പഴയ പുരാതന ക്രിസ്ത്യൻ തറവാടുകൾ എടുത്തു നോക്കിയാൽ, കുടുംബങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അവരുടെ കുടുംബ പ്രാർത്ഥനയിൽ ഉൾപ്പെട്ടിരുന്ന പ്രാർത്ഥനകൾ എടുത്തു നോക്കിയാൽ മനസ്സിലാകും. പക്ഷേ ഇന്ന് കുടുംബ പ്രാർത്ഥനകളിൽ അങ്ങനെയല്ല, സംരക്ഷണ പ്രാർത്ഥന കൂടാൻ തുടങ്ങി.
പ്രൊട്ടക്ഷൻ പ്രയറാണ് കുടുംബ പ്രാർത്ഥനയിൽ വരുന്നത്. 2, കാര്യസാധ്യത്തിനുള്ള പ്രാർത്ഥനകൾ കുടുംബ പ്രാർത്ഥനയിൽ നമ്മൾ ഉൾച്ചേർത്തു. ഇത് രണ്ടും കുടുംബ പ്രാർത്ഥനയിൽ കടന്നു വന്നപ്പോൾ ബാക്കിയുള്ള പ്രാർത്ഥനകളുടെ മൂല്യത്തെ നമ്മൾ കുറയ്ക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. സാധാരണഗതിയിൽ ദണ്ഡവിമോചനം നമ്മൾ പ്രാപിച്ചു കഴിഞ്ഞാൽ അതിലൂടെ രോഗസൗഖ്യവും സാമ്പത്തിക മേഖലയിലുള്ള വിടുതലും സ്വർഗം തരുമെന്ന് പറയുന്ന ആ ഒരു വിവേകം ക്രിസ്ത്യാനിക്ക് നഷ്ടപ്പെട്ടിട്ട് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ ക്രിസ്ത്യാനി കുടുംബ പ്രാർത്ഥനയിൽ കൂട്ടിച്ചേർക്കാൻ തുടങ്ങി. അതിൽ 91-ാം സങ്കീർത്തനം ഇല്ലാതെ ഇപ്പൊ കുടുംബ പ്രാർത്ഥന ഇല്ല. കാരണം എന്താ? 91-ാം സങ്കീർത്തനം ചൊല്ലിയാൽ എനിക്ക് സംരക്ഷണം കിട്ടുള്ളൂ. അതിനു വേണ്ടിയിട്ട് 91-ാം സങ്കീർത്തനത്തെ ഉപയോഗിക്കുക. ദൈവവചനമായിട്ടല്ല അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്, അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഒരു കുടുംബത്തിൽ ചെന്നപ്പോൾ അവിടെ കുടുംബത്തിൽ 9 തവണ ഒരു പ്രാർത്ഥനയില്ല, ഒരു നിയോഗ പ്രാർത്ഥന 9 തവണ ചൊല്ലിക്കൊണ്ടിരിക്കുക. ഞാൻ ചോദിച്ചു, കുടുംബ പ്രാർത്ഥനയിൽ ഇത് ബ്രദറെ, ഈ പ്രാർത്ഥനയിൽ ഇനി നിങ്ങളുടെ ആവശ്യം പറയുക എന്നൊരു പോർഷനുണ്ട്. അവിടെ നമ്മളുടെ ആവശ്യം 9 പ്രാവശ്യം പറഞ്ഞാൽ 9 ദിവസത്തിനുള്ളിൽ ഈ കാര്യം നടന്നു കിട്ടും എന്ന് പറഞ്ഞിട്ട് ഈ 9 തവണ ഈ പ്രാർത്ഥന ചെല്ലാൻ വേണ്ടി ആ കുടുംബം നമ്മുടെ പരിശുദ്ധ ജപമാല കട്ട് ചെയ്തു. ജപമാല കട്ട് ചെയ്തിട്ട് ജപമാലയ്ക്ക് പകരം 9 തവണ ഈ പ്രാർത്ഥന കയറ്റി. കുടുംബ പ്രാർത്ഥന മുടങ്ങിയിട്ടില്ല. ഇങ്ങനെ കുടുംബ പ്രാർത്ഥനയിൽ ലാഭനഷ്ടങ്ങളുടെ കണക്ക് പറയുന്ന പ്രാർത്ഥനയായിട്ട് കുടുംബ പ്രാർത്ഥന എന്ന് മാറിയോ അന്നു മുതൽ സാത്താൻ കുടുംബത്തിൽ ഇടം പിടിക്കാൻ തുടങ്ങി. കുടുംബ പ്രാർത്ഥനയിൽ ദണ്ഡവിമോചനങ്ങൾ പ്രാപിക്കുന്ന പ്രാർത്ഥനകളെ കുടുംബ പ്രാർത്ഥനയിൽ വരാൻ പാടുള്ളൂ. ഉദ്ദിഷ്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളൊന്നും കുടുംബ പ്രാർത്ഥനയിൽ വരരുത്. വിശുദ്ധ മിഖായേലിൻ്റെ ജപം ആരാ നമുക്ക് തന്നത്? ഏത് പോപ്പാ? എന്തൊരു നിശബ്ദത! ലൂയി ഈ വിശുദ്ധ മിഖായേലിന്റെ പ്രാർത്ഥന എന്തിനുള്ളതാ? കുറെ നേരം ഞാൻ നിന്ന് പ്രസംഗിച്ച് എൻ്റെ വായിലെ വെള്ളം പറ്റി. നിങ്ങൾ പറ. വിശുദ്ധ മിഖായേലിന്റെ ജപം, മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ എന്ന് തുടങ്ങുന്ന ജപം എന്തിനു വേണ്ടിയിട്ടുള്ളതാ? എന്തിനു വേണ്ടിയിട്ടാണ് അത് ചൊല്ലുന്നത്? നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് അത് ചൊല്ലുന്നത്? അത് പറഞ്ഞാൽ മതി. അത് എന്തിനു വേണ്ടിയിട്ടെങ്കിലും ആയിക്കൊള്ളട്ടെ. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് വിശുദ്ധ മിഖായേലിന്റെ ജപം ചൊല്ലുന്നത്? സാത്താനിൽ നിന്നും സംരക്ഷിക്കാൻ. ആരെ 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 സംരക്ഷിക്കാൻ? സഭയെ സംരക്ഷിക്കാൻ വേണ്ടി നൽകപ്പെട്ട പ്രാർത്ഥനയാണ്. സഭയ്ക്കെതിരെ വന്ന പ്രതികൂല സാഹചര്യങ്ങളിൽ സഭയെ സംരക്ഷിക്കാൻ നൽകപ്പെട്ട പ്രാർത്ഥനയാണ് വിശുദ്ധ മിഖായേലിന്റെ പ്രാർത്ഥന. പക്ഷെ നമ്മൾ ഇന്ന് ആ പ്രാർത്ഥന ചെല്ലുന്നതിന് വേണ്ടിയിട്ടാണ് റോഡ് അപകടങ്ങൾ ഒഴിവാക്കാൻ, രോഗങ്ങൾ വരാതിരിക്കാൻ, കുടുംബ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ. ഇതിൽ നമ്മൾ സഭയെ ഓർക്കുന്നു പോലുമില്ല. സഭയുടെ സംരക്ഷണത്തിൻ്റെ കാവലായി സ്വർഗത്തിൽ നിന്ന് നമുക്ക് നൽകിയ വിശുദ്ധ മിഖായേലിനോടുള്ള ജപം നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ സഭ സംരക്ഷിക്കപ്പെടുമ്പോൾ സഭ മക്കള് സംരക്ഷിക്കപ്പെടും. ഹല്ലേലൂയ! സഭ മക്കള് സംരക്ഷിക്കപ്പെടും. പക്ഷെ നമ്മൾ ആ വിശുദ്ധ മിഖായേലിനോട് പറയാണ്, ഇപ്പോ സഭയെ നന്നാക്കാൻ പോകണ്ട, ഇപ്പൊ ഇവിടെ വാ, ഇപ്പൊ ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ പോവാ. അവിടെയും നമ്മൾ സെയിന്റ് മൈക്കിളിനെ കൊണ്ടുവന്നിട്ട് നമ്മളുടെ ഒരു കാവൽക്കാരനായിട്ട് നിർത്തുക. സഭ സംരക്ഷിക്കപ്പെടാനായിട്ട് ദൈവം കൽപ്പിച്ചനുവദിച്ചതാ. സഭയുടെ സംരക്ഷണമാണ് അവിടെ നടക്കുന്നത്. സഭയുടെ സംരക്ഷണം ദൈവം നമുക്ക് തരുന്നത്, ഈ പറയുന്ന ദൂതന്മാരിലൂടെ ദൈവം നമുക്ക് തന്ന സംരക്ഷണം, നമ്മൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ സംരക്ഷണം നമ്മുടെ കുടുംബത്തിന് അവകാശപ്പെട്ടത് തന്നെയാണ്. അവിടെ കുടുംബത്തിന് അത് ലഭിക്കുക തന്നെ ചെയ്യും. അതല്ലാതെ ഞാൻ വഴിയെ നടക്കുമ്പോൾ എൻ്റെ കാല് തട്ടാതിരിക്കാൻ മാലാഖ വന്ന് പൊക്കൂല കല്ല് കാണുമ്പോൾ. അവിടെ നീ തന്നെ ശ്രദ്ധിച്ച് നടക്കണം. വിവേകം എന്ന് പറയുന്നതും ഒരു തരത്തിലൊരു അനുഗ്രഹമാണ്. പ്രവർത്തിക്കേണ്ടടുത്ത് പ്രവർത്തിക്കേണ്ടതാ. അതെ, ബുദ്ധിയും വിവേകവും നമുക്കുള്ളത് തന്നെയാണ്. എല്ലായിടത്തും ദൈവം വന്ന് നമ്മളിങ്ങനെ മാറ്റി മാറ്റി മറിച്ച് വിടാനായിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്ത് വിട്ടിരിക്കുന്ന ഒരു പാവയല്ല.
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് കഴിവും കൃപകളും ഒപ്പം വിവേകവും തന്നിട്ടുണ്ട്. ബുദ്ധി അല്ലെങ്കിൽ ആലോചന എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൃപ തന്നെയാണ്. ഇത് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ എല്ലായിടത്തും നമ്മൾ ദൂതന്മാരെ വിളിച്ച് നിർത്തരുത്. അതല്ല പ്രാർത്ഥന. ഏത് ദൂതന്മാര് എന്തിനു വേണ്ടി സ്വർഗം നമുക്ക് തന്നിട്ടുണ്ടോ അതിലേക്കാണ് അവർ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. എൻ്റെ ഇഷ്ടത്തിനല്ല, സഭ എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് അതുപോലെ തന്നെ. സഭ എന്ത് പറഞ്ഞിട്ടുണ്ടോ, ഈ ദൂതൻ ഇന്നത് എന്ന് സഭ പഠിപ്പിച്ച് തന്നിരിക്കുന്നത് എങ്ങനെയാണോ ആ ഒരു കാറ്റഗറിയിൽ നിന്ന് നമ്മൾ പറിച്ച് മാറ്റുക പലപ്പോഴും. പ്രിയപ്പെട്ട ദൈവജനമേ, സംരക്ഷണ പ്രാർത്ഥനകൾ നമുക്ക് ആവശ്യമാണ് സാത്താൻ്റെ പിടിയിൽ നിന്ന് മോചനം നേടാൻ. പക്ഷേ ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് സംരക്ഷണം കിട്ടണമെങ്കിൽ ആ വ്യക്തി പ്രസാദപര അവസ്ഥയിലായിരിക്കണം. കുമ്പസാരിച്ചൊരുങ്ങി പാപമോചനം സ്വീകരിച്ച് പ്രസാദപരത്തിലായിരിക്കുന്ന വ്യക്തിക്കാണ് സംരക്ഷണ പ്രാർത്ഥനകളിലൂടെ സ്വർഗം നൽകുന്ന ആത്മീയ സംരക്ഷണം ലഭിക്കുകയുള്ളൂ. അവിടെ നിങ്ങളുടെ ഫിസിക്കൽ ബോഡി സംരക്ഷിക്കില്ല. ഒരു മാലാഖയും നിങ്ങളുടെ ശരീരത്തെ സംരക്ഷിക്കാനുള്ളതല്ല, ആത്മാവിനെയാണ് സംരക്ഷിക്കുന്നത്. അതിലൂടെ നിങ്ങളുടെ ശരീരം പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നതേ ഉള്ളൂ. എല്ലാ മാലാഖമാരും ദൈവം നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന മാലാഖമാര് നമ്മളുടെ ആത്മാവിനെയാണ് പാപക്കറകളിൽ നിന്ന് സംരക്ഷിക്കുന്നത്. ഈ ആത്മാവിനെ പാപക്കറകളിൽ നിന്ന് സംരക്ഷിക്കുമ്പോൾ അതിലൂടെ ശരീരം ആരോഗ്യത്തിൽ നിൽക്കുന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കാവൽ മാലാഖയോടുള്ള ജപം ചെല്ലുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആത്മസ്ഥിതിയെ ആത്മശോധന ചെയ്ത് വിലയിരുത്തിയിട്ട് വേണം മാലാഖയോട് നമ്മൾ കാവലിന് വേണ്ടിയിട്ട്, എന്ത് കാവല്, എൻ്റെ ആത്മാവിന് കാവലായിരിക്കണമേ എന്ന് മാലാഖയോട് അപേക്ഷിക്കാൻ. ആമേൻ, ഹല്ലേലൂയ. ഇപ്രകാരം നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് 12 ക്രിസ്തുവിനെ നഷ്ടപ്പെടുക എന്ന് പറയുന്ന നമ്മുടെ കൃപകളെ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോകാതിരിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, കൃപ നഷ്ടപ്പെടാൻ പാടില്ല. ക്രിസ്തുവിനെ ദേവാലയത്തിൽ നിന്ന് കണ്ടുകിട്ടി തിരിച്ചു പോരുമ്പോൾ അമ്മ പറഞ്ഞു, ക്രിസ്തുവിനോട് പറഞ്ഞു, ഞാനും നിന്റെ പിതാവും എത്ര ഉത്കണ്ഠയോടുകൂടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞ മറുപടിയാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടത് ആവശ്യമാണ്, നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ. അപ്പോഴും അമ്മ എല്ലാ കാര്യങ്ങളും ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അവർ പറഞ്ഞതിൻ്റെ അർത്ഥം എന്തെന്ന് അവർക്ക് പിടികിട്ടിയില്ല എന്നുള്ള വചനം പഠിപ്പിക്കണത്. പ്രിയപ്പെട്ട ദൈവജനമേ, അപ്പോഴും പരിശുദ്ധ മതം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. നമ്മുടെ ജീവിതത്തിൽ ഈശോ നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഇത് തന്നെയാണ്. നമ്മളെ തന്നെ നമ്മൾ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കടമ. പ്രിയപ്പെട്ടവരെ, നമ്മളെ തന്നെ ദൈവ തിരുവിഷ്ടത്തിന് വിട്ടുകൊടുത്ത് ജീവിക്കാൻ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. ഹല്ലേലൂയാ. അഭിഷേകത്തോടെ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്ക് ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. കുറച്ച് സമയം ഒരു ബ്രേക്ക് എടുക്കാം. അതിനുശേഷം അടുത്ത ക്ലാസ്സിലേക്ക് പോവാം. എന്നിട്ട് നിന്നേ.